ലൈഫ് ക്യാൻ ബി അൺപ്രെഡിക്റ്റബിൾ. എൻ്റെ ലൈഫിനെ പറ്റി വിവരിച്ച് പറയാൻ വേണ്ടിയല്ല ഞാനത് പറയുന്നത്. ഐ റിയലി മീൻ ഇറ്റ്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഞാൻ എൻ്റെ കഥ പറയാം. അന്ന് എനിക്ക് വയസ്സ് 27. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച എൻ്റെ പോലീസ് ജോലി, ലൈഫ് പാർട്ട്ണർ ആൻഡ് റെസ്പെക്റ്റ് എല്ലാം യാഥാർത്ഥ്യമായി. ഔട്ട് ഓഫ് നോവേർ എൻ്റെ ലൈഫിൽ ഒരു ചെറിയ താളപ്പിഴയുണ്ടായി. ഐ ലോസ് മൈ വൈഫ്. പക്ഷെ അതിനുശേഷവും ഞാൻ ഹാപ്പി ആയിരുന്നു. എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നവരെല്ലാം എന്നോട് ചോദിക്കായിരുന്നു, ഇത്രയും വലിയൊരു ട്രാജഡി നടന്നിട്ടും എങ്ങനെയാണ് ഇത് ഇത്ര ഈസി ആയിട്ട് ഫേസ് ചെയ്യുന്നത്. അവരോട് പറയാൻ എനിക്ക് മറുപടി ഇല്ലായിരുന്നു. എല്ലാം ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കും. ടൈം ഹീൽസ് എവറിത്തിങ് യു നോ. പക്ഷേ അതേ കാലത്തിന് പോലും മായ്ക്കാൻ കഴിയാത്ത മറ്റു ചിലതുണ്ട്. അതൊരു പെർമനന്റ് മാർക്ക് പോലെ, മാച്ചാലും മായാതെ. അത് കാണുമ്പോഴൊക്കെ നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരും. ഇത് 2 വിധത്തിൽ മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റൂ. 1, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. 2, അതിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഞാനിങ്ങനെ ഫിലോസഫി ആയിട്ടൊന്നും സംസാരിക്കാറേയില്ല. ബിക്കോസ് ഇതെല്ലാം എനിക്ക് മനസ്സിലാവാൻ കുറച്ച് സമയമെടുത്തു. ഇൻഫാക്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. വൺ തിങ് ഈസ് ഫോർ ഷുവർ, അതിന് മാറ്റമില്ല. വെൽക്കം ടു മൈ സ്റ്റോറി. യുവേഴ്സ് ലവിംഗ്ലി, ദീപക്. സാർ. ആരാ? എന്താ സാറേ, ഇതിനിടയിൽ എൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്തു. ഓ സോറി, ഫോണിന്റെ ഡിസ്പ്ലേ ക്ലിയർ അല്ല രാജൻ. എന്താ രാജ, പറഞ്ഞോളൂ. അല്ല സാർ, ഞാൻ എൻ്റെ മകനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ? മകനുണ്ടെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു എന്നോ എന്താ അവന്റെ പേര് എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പേര് മനു എന്നാ സാർ. പഠിത്തമെല്ലാം കഴിഞ്ഞ് അവൻ വീട്ടിൽ ചുമ്മാതെ കുത്തിയിരിപ്പാ. തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ അവൻ IPS ആവണമെന്ന് പറഞ്ഞ് ഒരേ വാശിയില്ല സാർ. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്, എന്തിനാ വിഷമിക്കുന്നത്? എന്റെ ഭാര്യയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവൻ പുറത്തുപോയി ജോലി ചെയ്യണമെന്നാ സാർ. അവനാണെങ്കിൽ IPS ആവണമെന്ന് പറഞ്ഞ ഒറ്റക്കാരെ തപസ. ഞാൻ എന്ത് ചെയ്യാനാ സാർ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം പറ. സാറിനെ വന്നൊന്ന് കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. സാറേ, ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സാർ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മനുവിനെ വേഗം ഇങ്ങോട്ടും തിരിച്ചു. താൻ ഈ പറയുന്ന എന്ത് മോശമായ കാര്യമെന്നറിയാമോ? നേരെ ചൊവ്വേ പോകുന്നതിന് എന്തിനാ വഴിതെറ്റിക്കുന്നത്? സാർ, ഞാൻ എല്ലാ വഴി ആവുന്ന ശ്രമിക്കുന്നുണ്ട് സാർ. പക്ഷെ അവന് പറഞ്ഞാൽ മനസ്സിലാണ്ടേ സാർ. മാത്രമല്ല, ഇവന്റെ കാര്യം ഓർത്ത് ഭാര്യ ഏത് നേരം തീ തിന്നോ സാർ. സാർ ഒരു വഴി കണ്ടേ പറ്റൂ. ഹലോ സാർ, ഞാനിവിടെ തന്നെ ഉണ്ട്. സാറേ, അവൻ IPS ആവണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ജോലിക്ക് പോകാൻ മടിയായതുകൊണ്ട് അവൻ IPSന്റെ പേരും പറഞ്ഞ് ഒഴിവാകുമോ സാറേ? സാർ ഇത് മനസ്സിൽ വെച്ചിട്ട് അവനോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം. ശരി, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. വരാൻ പറയൂ. വലിയ ഉപകാരം സാർ, വലിയ ഉപകാരം. നാളെ തന്നെ ഞാൻ സാറിന്റെ അടുത്തോട്ട് അവനെ പറഞ്ഞു വിടാം. 2 മണിക്കൂറിനുള്ളിൽ അവൻ അവിടെ എത്തും സാർ. ഓക്കെ. പിന്നെ സാറേ, അവനൊരു റഫ് ടൈപ്പാണ്. അധികം സംസാരിക്കത്തുമില്ല. എപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കും. സാർ അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കരുത്. ശരി, ഒന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വെക്കോ സാർ. ഓക്കെ. പങ്ക്ച്വൽ, വെരി ഗുഡ്, വെൽക്കം. എനിക്ക് അധിക നേരം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അകത്ത് അത്ര കംഫർട്ടബിൾ അല്ല. സോ നമുക്ക് പുറത്തിരുന്ന് സംസാരിച്ചാലോ? അതൊരു സുഖമാണേ. സാർ, വാർണിംഗ്സ് തീർന്നു പോയല്ലോ. ആ, എത്രയാവും? 500 ആകും സാറേ. എങ്ങനെ നോക്കിയാലും 1 വർഷം കൊണ്ട് US അല്ലെങ്കിൽ UK സെറ്റിൽ ആവും അല്ലേ? പറ്റുമെങ്കിൽ നല്ലൊരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങി ഇങ്ങോട്ട് അയക്കണം. ഇന്ത്യൻ ബ്രാൻഡ്സ് ഒന്നും 10 പൈസക്കില്ല.
ഓക്കെ ബ്രോ, നിങ്ങൾക്ക് ഇന്ത്യ വിട്ടു പോകാൻ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. നിനക്ക് IPS എടുക്കാനാണ് ആഗ്രഹം, അച്ഛനെ പോലെ. നോ, അച്ഛനെ പോലെ വലിയൊരു ഓഫീസറാകണമെന്ന് ആഗ്രഹം, റൈറ്റ്? ഫൈൻ. വന്നപ്പോൾ മൂലേ ഞാൻ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ശരിക്കും ബോറടിച്ചു. ഇനി താൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് നമുക്ക് പിരിയാം. നിങ്ങളുടെ കാലം എങ്ങനെയായത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിൽ നിന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ബട്ട് എനിവേസ്, ഞാൻ അറ്റൻഡ് ചെയ്ത ലാസ്റ്റ് കേസ് എനിക്ക് തന്നൊരു വലിയ സമ്മാനമാണിത്. ഐ നോ, ആ സൈക്കോ കില്ലർ കേസിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇൻഫാക്ട് സത്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് പോലീസാകണമെന്നുള്ള ആഗ്രഹം ആ കേസ് കാരണമാണ് ഉണ്ടായത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അതിലെ ഇമോഷൻസും ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളും താൻ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് താൻ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും താൻ ഈ പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുത്തനെ. സാർ, അത് ഈ കേസിനെ കുറിച്ച് അറിയാനുള്ള ഒരേ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സോ പ്ലീസ് ഒന്നും മറക്കരുത്. അതിനു മുമ്പ് തനിക്കിതിൽ എത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്കൊന്ന് അറിയണം. ആ കേസിനെ കുറിച്ച് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നല്ലേ പറഞ്ഞത്? അതാദ്യം ഒന്ന് പറയേ, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തന്നോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കാൻ. ഓക്കെ, അതിനെക്കുറിച്ച് എല്ലാം ഒന്നും എനിക്കറിയില്ല. എന്നാൽ അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. എപ്പോഴും ഈ പാട്ടേ ഉള്ളൂ. രാത്രി ഈ പാട്ടയൊക്കെ നല്ല മൂഡല്ലേ? മെൽവി ആൻഡ് രേഷ്മി ഫ്രണ്ട്സ് ആയല്ലോ. ഡാ കൊരങ്ങ്, നീ എപ്പോഴാണ് റിക്വസ്റ്റ് കൊടുത്തേ? ഞാനൊന്നും റിക്വസ്റ്റ് കൊടുത്തില്ല, അവളാ ഇങ്ങോട്ട് ചോദിച്ചത്. എൻ്റെ മോനെ, ഈ പുളുവടിയൊന്നും വേണ്ട. ഫ്രണ്ട്സ് ആയതിനു ശേഷം നീ ഒലിപ്പിക്കാൻ തുടങ്ങിയല്ലേ? നീ പറയുന്ന പോലെ അത്രക്കാരനൊന്നുമല്ല ഞാൻ, കേട്ടല്ലോ. അപ്പൊ നീ തന്നെ റിക്വസ്റ്റ് കൊടുത്തെന്ന് സമ്മതിക്കേ, പിന്നെന്തിനാ ഒളിച്ചു കളി? എടാ, ഞാൻ പറയുന്നത് ഞാൻ ഡയറക്റ്റ് ആയിട്ടൊന്നും ആഡ് ചെയ്തില്ല, സജഷൻ റിക്വസ്റ്റിൽ കാണിച്ചു. അതുമല്ലാണ്ട് ഒരേ കോളേജാണ്. ശരിക്കും നീ ഒരു തരികട തന്നെയാടാ. തരികടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാ നോക്കി. എന്താ ചെയ്യുന്നത്? വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോവാം. നീ കൈ പിടി. നീ എന്താ കാണിക്കാൻ പോന്നെ? സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല, വേഗം നീ കൈപ്പിടി. നിനക്കെന്താ വട്ട? കേറ്, കേറ. നിങ്ങൾക്കറിയാവോ, ഈ റോഡിൽ കൂടെ ആ സമയത്ത് നമ്മുടെ വണ്ടി മാത്രമേ വരുള്ളൂ എന്ന് ഈ ഏരിയയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. നാളെ ആക്സിഡൻ്റ് ആയിട്ടൊരു ബോഡി റോഡിൽ കിടന്നെന്ന് വെച്ചോ, നമ്മളോടൊരു പുല്ലും ചോദിക്കില്ല, കോളറെ പിടിച്ച് പൊക്കി എടുത്തുകൊണ്ടങ്ങ് പോവും. ബോഡി ഉണ്ടെങ്കിലല്ലേ ആക്സിഡൻറ്റ്. ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്നത് വണ്ടിക്കകത്തുള്ള നമ്മൾ 3 പേർക്ക് മാത്രമേ അറിയൂ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ പാലുകാരനും പേപ്പറുകാരനും എല്ലാം ഈ വഴിക്കായിരിക്കും വരുന്നത്. പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നൊരൊറ്റ രാത്രി ഇത് കാറിലിരിക്കട്ടെ. നമുക്കൊരു പ്രശ്നവും വരാതെ ഇതെങ്ങനെ സേഫായിട്ട് ഡിസ്പോസ് ചെയ്യാമെന്ന് നമുക്ക് നാളെ തീരുമാനിക്കാം. ഒരു തെറ്റ് നടന്നു കഴിഞ്ഞാൽ അതിന് ആദ്യം എങ്ങനെ ഊരാന്നാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ ചുമ്മാ തലേ കൈവച്ചുകൊണ്ടിരുന്ന ജയിലിൽ കിടന്ന് അഴി എണ്ണേണ്ടി വരും. നിർത്ത്, വണ്ടി നിർത്ത്. വണ്ടി നിർത്താനില്ലടാ പറഞ്ഞേ. എവിടേക്കാടാ പോകുന്നേ? വീട്ടിൽ പോകണം സാർ. വീട് എവിടെടാ? ഇവിടെ അടുത്ത സാർ, അംബേദ്കർ നഗർ. നിന്റെ ലൈസൻസ് കണ്ടേ?
ഈ കാറിനകത്ത് എങ്ങനെയാണ് ഇത്രയും വെള്ളം വന്നേ? എല്ലാം നനഞ്ഞിരിക്കുന്നു. അറിഞ്ഞില്ല, ഗ്ലാസ് ഇറങ്ങിപ്പോയി. അതാ ഊതിക്കേ, ശരിക്കും ഊതറാ. എടോ ആ മീറ്ററിങ് എടുത്തോണ്ട് വന്നേ. സാർ ഫൈൻ എത്രയെന്ന് പറയാം, കെട്ടിയേക്കാം. നീ കൂടുതൽ ഡയലോഗ് അടിക്കാണ്ട് വണ്ടിക്കകത്ത് പുറത്തേക്ക് ഇറങ്ങടാ. സാർ ഞങ്ങൾക്ക് ഇത്തിരി അത്യാവശ്യമുണ്ട്. മിണ്ടാതിരിയുടെ കഴിവേറണ മോനെ, പുറത്തേക്ക് ഇറങ്ങടാ. നിന്നോട് പ്രത്യേകം പറയണം, ഇറങ്ങണോ ഇങ്ങോട്ട്. നീ എന്താ മഴയത്ത് നിന്ന് കറങ്ങുന്നേ? ഇങ്ങോട്ട് വാടാ. എടാ നിന്നോടാ പറഞ്ഞു കേട്ടില്ലേ, ഇങ്ങോട്ട് വാടാ. പിടിക്ക് ഇത് പിടിക്ക്. നീ എന്താണെന്ന് പരിങ്ങുന്നേ? സാർ അങ്ങനെയൊന്നുമില്ല സാർ. വണ്ടിക്കകത്ത് വല്ല കഞ്ചാവും കടത്താണോടാ? ശരി, മക്കളൊരു കാര്യം ചെയ്യും, അങ്ങനൊന്നുമില്ല സാർ. അങ്ങോട്ട് മാറിക്കടാ. നേരെ വണ്ടി സ്റ്റേഷനോട്ട് കൊണ്ടുപോവാ, എന്നിട്ട് പൊക്കോ. കരുണാകരാ, താക്കോലില്ലേ? ഉണ്ട് സാറേ. താൻ ഈ വണ്ടി സ്റ്റേഷനിലോട്ട് എടുത്തിട്ട് വാ. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? നീ ഒന്ന് കൂടുതൽ സംസാരിക്കണ്ട, സ്റ്റേഷനിൽ വന്നിട്ട് പോയാൽ മതി. ആ കേറാ. എന്താ? അല്ലെങ്കിൽ തന്നെ ഒരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയായിരുന്നു. അതിന്റെ മേലെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയേക്കും. ആരാ? ഞാനാണ് ഉണ്ടാക്കിയത്. എന്നാ ഈ കോപ്പെടുത്തി ഞാൻ റോഡിലോട്ട് ഇടാൻ പോവാ. വരുന്ന പ്രശ്നം നീ അങ്ങ് പരിഹരിച്ചോ. നില്ലടാ എന്തുവാടാ ഇതൊക്കെ? ഒന്നും മിണ്ടാതിരിടാ. നീ എന്തിനാ പോലീസിനടിച്ചേ? ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എപ്പോഴേ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയനെ. എന്നിട്ട് അപ്പൊ എല്ലാ കള്ളത്തരം പുറത്തു വന്നേനെ. കുഴപ്പമില്ലല്ലോ. ആ പോലീസുകാർ സംസാരിച്ചോണ്ടിരുന്നപ്പോ നീ എന്തിനാ അടിച്ചേ? അയാള് നമ്പർ നോട്ട് ചെയ്താൽ പറ്റൂ. വിവരമില്ലാതെ സംസാരിക്കാതെ. ട്രാഫിക് പോലീസിന് അടിച്ചെന്ന് വിചാരിച്ച് അത് വലിയ കേസൊന്നും ആവാൻ പോകുന്നില്ല. ഒരു പക്ഷേ അവന്മാർ നമ്മളെ ട്രേസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിലും കുറഞ്ഞത് ഒരു 3 ദിവസമെങ്കിലും എടുക്കും. വണ്ടിയാണെങ്കിൽ ചെന്നൈ രജിസ്ട്രേഷനാണ്, അതറിയാലോ നിനക്ക്. ഈ 3 ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സാധനം ഇവിടുന്ന് എങ്ങനെ മാറ്റാമെന്ന് മാത്രമാണ് ആലോചിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പോലീസ് പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ. സ്റ്റേഷനിൽ കൊണ്ടുപോയി 2 ചാർത്ത് തന്നിട്ട് കൂടിപ്പോയാൽ എന്ത് ചെയ്യും? ഒരാഴ്ച ജയിലിലിടുമായിരിക്കും. ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ എത്ര ബെറ്ററാണിത്. നിങ്ങളെയൊക്കെ ഞാൻ രക്ഷിച്ചുകൊണ്ട് വന്നതിന് എന്നോട് നിങ്ങൾ താങ്ക്സ് ആണ് പറയേണ്ടത്, അല്ലാതെ കോപ്പിലെ പണിയല്ല കാണിക്കേണ്ടത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ആ കുട്ടികൾക്ക് സംഭവിച്ച ആക്സിഡൻറ്റ് ഞാനൊരു റെക്കോർഡ്സിലും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നിനക്കെങ്ങനെ അറിയാം? ഒരു ടെക്നിക്കൽ പോലീസിനെ പോലെ ചിന്തിക്കരുത്. ഇതിൻ്റെ പേരാണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. സോ ഡിഡ് ഐ സർപ്രൈസ് യു? വെരി മച്ച്. വേറെന്തൊക്കെ അറിയാം? അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങളാണ് പറയേണ്ടത്. എനിക്ക് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിനുശേഷം നിങ്ങൾ ഈ പോലീസ് ജോലി വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ഐ വോണ്ട് റെസ്പോൺസിബിൾ. നോക്കാം. ഗുഡ് മോർണിംഗ് സാർ. നേരം എടുത്ത കാര്യമൊന്നും അറിഞ്ഞില്ലടോ. എന്താ ഇത്? സാർ. മോർണിംഗ് സാർ. എന്തുവാടോ ഇത്? പതുക്കെ എടുത്ത് വെച്ചാൽ പോരായിരുന്നോ? ധൃതി വെച്ചെടുത്തിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? സാർ, ഇന്നലെ രാത്രി മുഴുവൻ സാറിനെ മൊബൈലിൽ വിളിച്ചായിരുന്നു. മൊബൈൽ ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി. മൊബൈൽ ഇല്ലെങ്കിൽ എന്താ, ലാൻഡ് ലൈനിലേക്ക് വിളിക്കായിരുന്നില്ലേ? സാർ, ലാൻഡ് ലൈനോ? മറന്നുപോയി. ഇന്നലെ പുതിയ കണക്ഷൻ എടുത്തു. ആ ചാർജർ എന്തേ? സാർ. എന്താ വിഷയം? നമ്മുടെ ഏരിയയിൽ ഒരു സൂയിസൈഡ് സാർ. തൂങ്ങിയതാണോ വിഷം അടിച്ചാണോ? ഭാരതി പാർക്ക് റോഡില് ഗൺ ഷൂട്ട് സാർ. ആരാ? അയാളുടെ പേര് കൃഷ്ണൻ എന്നാ സാർ. ഇതാ അവന്റെ ലൈസൻസ്. ആരാ ഇൻഫർമേഷൻ തന്നത്? പുറത്ത് തന്നെ ഇരിപ്പുണ്ട്, ഞാൻ വിളിച്ചോണ്ട് വരാം സാർ. ഓ, എന്റെ കഷ്ടകാലത്തിന് ഞാൻ ആ ബാറിന്റെ മുമ്പ് അടിക്കുകയും ചെയ്തു. എടാ, ജയിലിലാ കിടക്കുന്നേ, അത് മറക്കല്ലേ. ആ പാട് പ്രശ്നമായി. സാർ ഗുഡ് മോർണിംഗ്. അതിട്ട് അങ്ങോട്ട് വെച്ചത്. നീ ആ മൊബൈലിൽ എടാ സുരേഷേ, ഡ്യൂട്ടി സമയത്താണോ മൊബൈല്?
എടോ ഇങ്ങ് വാടോ, ഇവിടെ വരാൻ. രമേ, സ്റ്റേഷന്റെ പുറകുവശം മുഴുവൻ ഇലയാ. മേശപ്പുറത്ത് വെച്ചേക്കാം സാർ. ആ കൊണ്ടുപോ. സാറേ, ഇവനാള്. എടോ, രാവിലെ റോഡിൽ കണ്ട കാര്യം പറഞ്ഞില്ലേ, അതങ്ങനെ സാറിനോട് പറ. സാർ, പത്രം ഇടുന്ന സാർ എൻ്റെ ജോലി. ഇന്ന് രാവിലെ പത്രം എടുക്കാൻ വേണ്ടി ഞാൻ ഡിപ്പോയിൽ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഒരുത്തം വീണ് കിടക്കുന്നത് കണ്ട് മയങ്ങി വീണതെന്നോർത്ത് അടുത്ത് പോയി നോക്കുമ്പോൾ തലയിൽ വെടികൊണ്ട പാടുണ്ടായിരുന്നു സാർ. എത്ര മണിക്ക് കണ്ടത്? രാവിലെ ഒരു 2-2:30 ആയി കാണും സാർ. കണ്ട ഉടനെ ഞാൻ സ്റ്റേഷനിൽ വന്ന് പറയുകയും ചെയ്തു. തൻ്റെ അഡ്രസ്സ് റൈഡർക്ക് പറഞ്ഞു കൊടുത്തിരിപ്പിക്കോ? ശരി സാർ. ബോഡിയൊക്കെ അവിടെ നിന്ന് ക്ലിയർ ചെയ്തല്ലോ അല്ലേ? ചെയ്തു സാർ. ക്രൈം സ്ക്വാഡിൽ നിന്ന് ആദിത്യനാണ് വന്ന് ചെയ്തത്. അവിടെ റെസിഡൻസ് ഏരിയ, ജനങ്ങൾ പരിഭ്രാന്തരാകുമെന്നൊരു പേടിയുണ്ടായിരുന്നു. എന്നിട്ട് എളുപ്പം ഞങ്ങളെല്ലാം ചെയ്തു. ഗുഡ്. ആ പയ്യൻ്റെ വീട്ടിൽ ഇൻഫോം ചെയ്തോ? ഇതുവരെ ചെയ്തില്ല സാർ. എന്നാൽ പെട്ടെന്ന് ആയിക്കോട്ടെ. സാറേ ഒന്ന് ഓടി വന്നേ സാർ. സാറേ ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ സാർ. ഒന്ന് വേഗം വാ സാർ. എടാ, എന്തിനാ നീ കിടന്ന് കാറുന്നത്? സാർ ഒന്ന് വേഗം എൻ്റെ കൂടെ വാ സാർ. എന്താടാ? ഒന്ന് വാ സാർ. രാവിലെ പാർക്കിൻ്റെ അവിടെ കണ്ട വെള്ളക്കാർ ഞാൻ ഇപ്പൊ കണ്ടു സാർ. ഇവിടെ ഉണ്ടായിരുന്നു സാർ. ഏത് കാറാ സാർ? അതൊരു വെള്ളക്കാർ സാർ. എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. നീ എന്ത് പിച്ചും പെയ്യോ പറയുന്നത്? വേറെ വെള്ളവണ്ടി ഒന്ന് റോഡിൽ കൂടെ പോയിക്കൂടെ? അയ്യോ സാർ, ഞാൻ പറയുന്നൊന്ന് കേക്ക് സാർ. ഇത്രയും നേരം ഇതിന്റെ വാതിൽ കിടപ്പുണ്ടായിരുന്നു സാർ. ഞാൻ സൈക്കിളിൽ ഇറങ്ങി സാറിനോട് പറയാൻ വന്നപ്പോൾ വണ്ടി പൊക്കളൻ സാർ. ശരി, അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. നീ ഇപ്പൊ പോ. ഓക്കെ സാർ. എന്താ അവിടെ പ്രശ്നം? ഒന്നുമില്ല സാറേ. സ്പോട്ടിലേതോ വെള്ളക്കാർ കണ്ടെന്ന്. ആ വണ്ടി സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടെന്ന്. അവനെ കണ്ട ഉടനെ വേഗം വണ്ടി വിട്ടുപോയെന്നാ പറയുന്നത്. ഏത് കാറ്? ഞങ്ങൾ സ്പോട്ടിൽ ചെന്നപ്പോൾ ഒരു വണ്ടിയും കണ്ടില്ല സാറേ. തൻ്റെ മൊബൈലൊന്നും തന്നെ. ഹലോ ആദിത്യൻ. പറയൂ സാർ. ആദിത്യൻ, ദിസ് ഇസ് ദീപക് ഹിയർ. കോൺസ്റ്റബിളിൻ്റെ മൊബൈലെന്നാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. സോറി സാർ, രാവിലെ മുതൽ സാറിനെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക സാർ. എന്താ സാർ, മൊബൈലിന് എന്ത് പറ്റി? ഐ ഹാവ് എ വെരി ബാഡ് മെമ്മറി. മൊബൈൽ മറന്ന് സ്റ്റേഷനിൽ വെച്ചിട്ട് പോയി. ഓ, അത് കോപ്പി ചെയ്യാം. യാ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. PM കഴിഞ്ഞോ ആദിത്യൻ? ഇല്ല സാറേ, വൈകിട്ട് റിപ്പോർട്ട് കിട്ടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കഴിഞ്ഞ ഉടനെ വാങ്ങിച്ചോളാം. പിന്നെ രാജു സൂയിസൈഡ് ചെയ്തു എന്നാണല്ലോ പറയുന്നത്. തനിക്കെന്ത് തോന്നുന്നു? എന്താ സാറേ? ബിക്കോസ് പാർക്കിനടുത്ത് വെച്ച് അവൻ തന്നെ ഷൂട്ട് ചെയ്ത് മരിച്ചു എന്ന് പറയുന്നത് എന്തോ അതിലൊരു അവിശ്വസനീയത തോന്നുന്നില്ലേ? മരിച്ച ആളുടെ ഫിംഗർ പ്രിന്റാണ് അവസാനം കിട്ടിയത്. അതും മഴയിലെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഇത് ഒരു ആത്മഹത്യക്കും വകയുണ്ട്. നോട്ട് ഷുവർ. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഞാൻ ആ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിയിട്ട് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പിന്നീട് വിളിച്ചോളാം. ഓക്കെ സാർ. ഇന്ന് മുഴുവനും ഞാൻ ഈ മൊബൈലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ വിളിക്കുമ്പോൾ ആരാന്ന് ചോദിച്ചേക്കരുത്. വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ ഏരിയ മൊത്തം തപ്പാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓവർ. ഇവിടെയാണോ സാർ? അവിടെയാ സാർ, കട്ട് റോഡിൽ. പോലീസ് മാപ്പൊക്കെ കഴിഞ്ഞോ? ഇല്ല സാർ, ആവശ്യമില്ലാതെ ആളെ കൂട്ടണ്ടെന്ന് ആദിത്യം പറഞ്ഞായിരുന്നു സാർ. കുറച്ച് വെള്ളം എടുത്തു. വണ്ടി ഇവിടെയായിട്ട് കണ്ടെന്നല്ലേ പറഞ്ഞത്? സാർ, ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ലായിരുന്നു സാർ. കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്തോ അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞ് അടിച്ചു വിടുന്നതാണ് സാറേ. മീഡിയക്കാരൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല സാർ, ഇവിടെ ഉള്ളവരോടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പത്രം ഇടാമെന്ന പയ്യനല്ലേ ഇൻഫർമേഷൻ തന്നത്? അതെ സാർ. ലീക്ക് ഔട്ടായ വലിയ പ്രശ്നമാവും. അത് ഞാൻ നോക്കിക്കോളാം സാറേ. ഗൗതം, സാറിൻ്റെ ആ സൈഡൊന്ന് തുടച്ചേരെ. സാർ, സാർ ഇത് ആരാ ചെയ്തതെന്ന് എനിക്ക് ശരിക്കും അങ്ങോട്ട് പറയാൻ കഴിയില്ല. എങ്കിലും എനിക്കൊരു 3 പേരെ സംശയമുണ്ട് സാർ. ആര്? സാർ, ഈ ഏരിയയിൽ ഒരു 3 പേരുണ്ട്. ദിവസവും ലേറ്റ് നൈറ്റ് ആകുമ്പോഴേ ഈ റോഡിൽ കൂടെ പോകുന്നത്. പല തവണ ഞാൻ കണ്ടിട്ടുണ്ട് സാർ. കണ്ടിട്ടേതോ പണക്കാരുടെ വീട്ടിലെ മക്കളെ പോലുണ്ട്. അവരുടെ തോക്ക് കാണാൻ ചാൻസ് ഉണ്ട് സാർ. ഒന്നെങ്കിൽ ഈ കേസുമായി അവർക്ക് എന്തോ ബന്ധമുണ്ട് സാർ.
ഒരു പക്ഷേ ഇല്ലെങ്കിൽ അവരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടാതിരിക്കില്ല സർ. തനിക്ക് ഉറപ്പാണോ? എൻ്റെ ഒരു തോന്നല സർ. ഒരു പക്ഷേ എന്നെ വിശ്വാസം ഇല്ലെങ്കിലും എൻ്റെ വാക്കിനെ ഒരു നിമിഷം സാറിന് എന്നെ ഒന്ന് വിശ്വസിച്ചൂടെ സാർ പ്ലീസ്? ഒരു പക്ഷേ താൻ പറയുന്നതൊക്കെ തെറ്റാണെങ്കിലോ? ഏകദേശം ഒരു തെളിവില്ലാത്ത ക്രൈംസിലും കൊലയാളിയെ 48 മണിക്കൂറിനുള്ളിൽ തന്നെ പിടിക്കണമെന്ന് ഒരു റൂളില്ലേ സർ? പക്ഷേ ഇതൊരു സൂയിസൈഡ് ആയിരിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്നാണല്ലോ ക്രൈംബ്രാഞ്ച് പറയുന്നത്. കമോൺ സാർ, ഒരുത്തനെ ഷൂട്ട് ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ ഗണ്ണ് കൊടുത്തിട്ട് പോകുന്നത് ഇറ്റ്സ് ഔട്ട്ഡേറ്റഡ് ടെക്നിക് സാർ. ഈ കേസിനെ കുറിച്ചുള്ള ഒരു എവിഡൻസും നമ്മുടെ കയ്യിലില്ലല്ലോ, പിന്നെ എങ്ങനെ പിടിക്കാൻ പറ്റും? സാർ, ഇത് ലിമിറ്റ് കടന്ന് ഞാൻ പെരുമാറുന്ന പോലുണ്ട്. പക്ഷേ ഇത് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് സാർ. ചുമ്മാ ലാത്യം കൈ പിടിച്ചിട്ട് വെറുതെ വാച്ച്മാനെ പോലെ നടക്കുന്നതിലും നല്ലത് ഇതുപോലുള്ള കേസുകൾ ഏറ്റെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സാർ എനിക്ക്. എടോ, സ്റ്റേഷനിൽ എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞോ അത് ചെയ്താൽ മതി, അല്ലാതെ വെറുതെ. പേരെന്താ? ഗൗതം എന്നാണ് സാർ. ഇന്നലെയാണ് സാറിൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്തത്. പുതിയതായി 2 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു, പക്ഷെ കാണാൻ പറ്റില്ല. രാജൻ, സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് സ്പോട്ടിലേക്ക് വേറെ ആരെങ്കിലും ഒന്ന് അയക്കാൻ പറ. ശരി സാർ. ഗൗതം ഇനി മുതൽ നമ്മുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു സാർ. കേറ്. ഈ വീട് തന്നെയല്ലേ? കൺഫേം ആണോ? അതെ സാർ, സ്കോഡ വണ്ടി അവിടെ ഉണ്ട് സാർ. കാറൊക്കെ ശരിക്ക് പരിശോധിക്കണം. ഉള്ളിലേക്ക് വരാലോ അല്ലേ? ആ, ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നറിയാമോ? അറിയില്ല. വേറൊന്നുമല്ല, തൊട്ടടുത്ത സ്ട്രീറ്റിൽ രാത്രി ഒരു മോഷണം നടന്നിരുന്നു. അവന്മാർ തോക്ക് ചൂണ്ടി വീട്ടുടമസ്ഥനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞങ്ങളുടെ കയ്യിൽ തോക്കൊന്നുമില്ല. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. ആ മോഷ്ടാക്കളാരെങ്കിലും ഈ വീടിനുള്ളിൽ കയറി ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നു, നത്തിങ് മോർ. ഈ വീട് ആരുടെയാ? എൻ്റെ പേരിലാണ് ഉള്ളത്. എൻ്റെ പേരിലെന്ന് പറഞ്ഞ പേരെന്താ? ഫാബിയ. നിങ്ങൾ രണ്ടുപേരും? സാർ, ഞാൻ മെൽവിൻ ഇമം മനോ. ആ, ഇത്രയും വലിയൊരു വീട്ടില് നിങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല സാർ, മാസത്തിലൊരിക്കലും ഇവൻ്റെ അച്ഛൻ വരും ഇവിടേക്ക്. പിന്നെ വീട്ടു ജോലിക്ക് ആൾക്കാരുണ്ട്. നിങ്ങൾ 3 പേര് എന്താ ചെയ്യുന്നത്? MBA സെക്കൻഡ് ഇയർ. സാർ എന്നൊരു വാക്ക് യൂസ് ചെയ്യാറില്ല അല്ലേ? യൂസ് ചെയ്യും സാർ. എനിവേസ് മിസ്റ്റർ, ഇനി കുറച്ചു നേരത്തേക്ക് ഈ വീടിൻ്റെ ഉടമസ്ഥരെ ഞങ്ങളായിരിക്കും. ഗൗതം സാർ, നമ്മുടെ വീടൊക്കെ ഒന്ന് ചുരുക്കി ചുറ്റിക്കണ്ടിട്ട് വല്ലോടത്തും വല്ലൊരു ഒളിച്ചിരിപ്പുണ്ടോ, വല്ല കളിത്തോക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വാ. ഓക്കെ സാർ. സാർ, ഒന്നും കണ്ടില്ല സാർ. മൊത്തം ചെക്ക് ചെയ്തു സാർ, അവിടെ ഒന്നുമില്ല. ഡിക്കി അത് ലോക്കാ സാർ. ആ കീ ഇങ്ങനെ. സാർ, ഇന്നലെ ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്നത്, അതുകൊണ്ട് താക്കോൽ അവിടെ വെച്ചൊന്നും ഓർമ്മയില്ല സാർ. അത് വീടിനകത്ത് തന്നെയാണ്, വേറെ എവിടെ പോനാ? പെട്ടെന്ന് എടുത്തോണ്ട് വാ. സാർ, കുറച്ച് സമയം തരും സാർ. ഓഫീസിൽ ചോദിക്കുമ്പോൾ എക്സ്ക്യൂസ് ഒന്നും പറയാൻ പാടില്ല. താക്കോൽ അകത്തായിരുന്നു സാർ. ഇല്ല സാർ, ഇവൻ്റെ കയ്യിലായിരുന്നു. എവിടെ വെച്ചെന്ന് അറിയില്ല. ഇവിടെ അതുകൊണ്ട്? സത്യത്തിൽ ഈ മർഡറും പിന്നെ ഈ പിള്ളേരെയും വെച്ച് നോക്കുമ്പോൾ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ പിള്ളേര് നമ്മളിൽ നിന്നും എന്തൊക്കെയോ മറക്കുന്ന എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. തൻ്റെ ഇൻഡ്യൂഷൻ എന്താ പറയുന്നത് ഗൗതം? ഇവരെ ശരിക്കും വാച്ച് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് സാർ. ഗുഡ്, ഡു ഇറ്റ്. HG എന്ന് പറഞ്ഞാരാ? സാർ, നമ്മുടെ എയ്ഡ് ജനാർദ്ദനാണ് സാർ. വണ്ടി സൈഡിലേക്കൊന്ന് ഒതുക്കിക്ക്. ആ പറയടോ, എപ്പോ പറ, അഡ്രസ്സ് പറ. ഗുഡ് മോർണിംഗ് സാർ.
ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത്? സാറേ ഞാനാ സാറേ, ശ്രുതിയുടെ നെയ്ബർ ഗണേശൻ, ഫ്ലാറ്റ് 2Bയിലെ താമസം. അപ്പോൾ താനാ ആദ്യം കണ്ടതല്ലേ? ഇല്ല സാർ, ഞാൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല സാർ. ഒരു 7 മണിക്ക് ശ്രുതിയുടെ ഫ്രണ്ട് വന്ന് വാതിലിൽ മുട്ടുന്നത് കേട്ടു സാർ. ശ്രുതിയുടെ റൂം മുഴുവൻ ബ്ലഡാണ്, എന്നിട്ട് അവളെ കാണുന്നില്ലെന്ന് ഭയന്നാണ് എന്നോട് പറഞ്ഞത് സാർ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ 100ലേക്ക് വിളിച്ചു സാർ. എത്ര മണിക്കാണ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്? ഒരു 7:30 കോൾ ചെയ്തിട്ടുണ്ടാവും സാർ. 5 മിനിറ്റിനകം വരുമെന്ന് പറഞ്ഞത്. പക്ഷേ ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു സാർ. അതുകൊണ്ടാണ് ഞാൻ 15 മിനിറ്റിന് മുൻപ് വീണ്ടും റിമൈൻഡ് ചെയ്തത്. എന്താ രാജാ ഇത്? ഇവർ 7:30 ഫോൺ ചെയ്താണല്ലോ, എന്നിട്ടെന്താ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ ഇത്ര ലേറ്റ് ആയത്? സാർ ഒരു കാര്യം പറയാനുണ്ട് സാർ. സാർ ആക്ച്വലി 7:30 ഞങ്ങൾ പാർക്കിനടുത്തുണ്ടായിരുന്നു. സ്റ്റേഷനിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത കോൺസ്റ്റബിളേ ഉണ്ടായിരുന്നുള്ളൂ. അഡ്രസ്സ് നോട്ട് ചെയ്തിട്ട് പറയാൻ മറന്നുപോയതാണെന്ന് തോന്നുന്നു സാർ. ഗൗതം പുതിയ ആളല്ലേ? ആ കോൺസ്റ്റബിളൊന്ന് ഫോണിൽ വിളിച്ചേ. സാർ അയാളുടെ നമ്പർ എൻ്റെ കയ്യിലില്ല സാർ. നമ്പർ അറിയില്ല എന്നുള്ള എക്സ്ക്യൂസൊക്കെ പറയല്ലേ രാജാ. ജനാർദ്ദനെ വിളിച്ചിട്ട് അയാൾക്ക് ഫോൺ കൊടുക്കാൻ പറ, ഞാൻ സംസാരിച്ചോളാം. ഇയാളുടെ പേരെന്താ? വൈഷ്ണവി ദാസ് സർ. എന്താ ഉണ്ടായതെന്ന് കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയാമോ? ശ്രുതി, ഈ വീടിന്റെ താക്കോൽ എപ്പോഴും നിങ്ങളുടെ അടുത്താണ് ഉണ്ടാവാറ്? അതെ സർ. വീക്കെൻഡ് ആകുമ്പോൾ ചെന്നൈയിൽ നിന്ന് ഇവിടേക്ക് വരും. രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു താക്കോൽ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ചെന്നൈയിൽ എന്താ ചെയ്യുന്നത്? CTSൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആണ് സർ. ബസ് ടിക്കറ്റ് ഉണ്ടോ? ഓൺലൈൻ ബുക്കിംഗ് ആണ് സർ. നിങ്ങൾ ശ്രുതിയുടെ റിലേഷനാണോ? ഫ്രണ്ടാണ് സർ. സ്കൂൾ ആൻഡ് കോളേജ് മേറ്റ്. ശ്രുതിയോട് അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചത്? ഇന്നലെ വൈകിട്ടാണ് സർ. ഈ വീട്ടിൽ നിങ്ങൾ എത്ര മണിക്ക് വന്നു എന്നാ പറഞ്ഞത്? ഇന്ന് രാവിലെ ഒരു 6:30ക്കാണ് സർ ഇവിടെ എത്തിയത്. എന്ന് പറയുമ്പോൾ ഒരു 6:45, 6:50 സർ. ശ്രുതിയുടെ ഫോൺ മൊബൈലിലേക്ക് സ്വിച്ച് ഓഫ് ആണ് സർ. രാജൻ സാർ എന്തേ? അവനെ വിളിച്ചു സാർ, പക്ഷെ സെല്ലെടുക്കുന്നില്ല. മിസ് കോൾ കണ്ട് തിരിച്ചു വിളിക്കുമായിരിക്കും. കോയമ്പത്തൂർ നിങ്ങൾക്ക് ആർക്കും റിലേറ്റീവ്സ് ഉണ്ടോ? ഇല്ല സർ. മിസ്റ്റർ ഗണേശൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ? അങ്ങനെ പരിചയമില്ല. 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല, ഇനി ഈ വീട്ടിലേക്ക് ആരെ അലോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവരുടെ വീട്ടിൽ കുറച്ചു നേരം. യാ, നോ പ്രോബ്ലം സർ. മിസ്റ്റർ ഗണേഷ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ കുട്ടിയെ ഒരു ദിവസത്തേക്ക് നിങ്ങളോടൊപ്പം താമസിപ്പിക്കാൻ പറ്റുമോ? ഓക്കെ സാർ, അതിന് കുഴപ്പമില്ല സാർ. ഇനിയും ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുന്നത് വരെ നിങ്ങൾ കോയമ്പത്തൂർ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ കുട്ടിയുടെ താമസ സൗകര്യമൊക്കെ പോലീസ് നോക്കിക്കോളും. ഇഫ് യു ഡോണ്ട് മൈൻഡ്. യാ, ഓക്കെ സർ. ഗൗതമോടെ? മുകളിൽ വാച്ച്മാനോട് സംസാരിക്കുക. ഞാൻ വിളിച്ചോണ്ട് വരാം സാർ. ഗൗതം സാർ, വാച്ച്മാനോട് താഴേക്ക് വരാൻ പറ. അടുത്തുള്ള വീടുകളിൽ കൂടി എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയണം. ക്രൈം ബ്രാഞ്ചിൽ നിന്ന് ഞാൻ ആരെങ്കിലും അയക്കാം. ഓക്കെ? ഓക്കെ സാർ. സാർ ഈ കോമ്പൗണ്ട് മുഴുവൻ ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. താൻ നൈറ്റ് ഷിഫ്റ്റ് ആണോ ഡേ ഷിഫ്റ്റ് ആണോ? നൈറ്റ് ഷിഫ്റ്റ് ആണ് സാർ. അപ്പോൾ ഇന്നലെ താൻ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നു സാർ. ഇവിടെ ഒരുപാട് വീടുള്ളതുകൊണ്ട് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാലൊന്ന് പറ, ശ്രുതി എത്ര മണിക്ക് എന്നാലും വീട്ടിൽ വന്നത്? രാവിലെ ശ്രുതി വന്നാണ് സാർ. എത്ര മണിക്കാണ് തിരിച്ചു പോയെന്ന് അറിയത്തില്ല സാർ. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വന്നപ്പം ശ്രുതിയുടെ വണ്ടി താഴെ തന്നെ ഉണ്ടായിരുന്നു സാർ. താൻ എത്ര മണിക്കാണ് വന്നത്? സെക്രട്ടറിയോടൊന്നും പറയല്ലേ സാർ, എൻ്റെ ജോലി പോകും സാർ. ഉത്സവം കൂടാൻ നാട്ടിൽ വരെ പോയിരുന്നു സാർ. വെളുപ്പിനെ 5 മണിക്കാണ് സാർ വന്നത്. ഡേ ഷിഫ്റ്റ് വാച്ചോൻ എത്ര മണിക്കാണ് പോയത്? അയാളൊരു 8:30 പോയി സാർ. ഈ അപ്പാർട്ട്മെന്റിൽ സെക്യൂരിറ്റി ക്യാമറയൊക്കെ ഉണ്ടോ? എന്താ സാറേ? സെക്യൂരിറ്റി ക്യാം, ഈ LED ബൾബൊക്കെ വെച്ചിട്ടുള്ള. ഇവിടെ അങ്ങനൊന്നുമില്ല സാർ. സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. പുതിയ കോൺസ്റ്റബിളാ. നിങ്ങൾ പോയിക്കോളൂ. ശരി സാർ. ആരാന്ന്? സുരേഷ്, പുതിയ കോൺസ്റ്റബിളാ. സുരേഷ്, ഗുഡ് മോർണിംഗ് സാർ. ഇന്നലെയാണ് നിങ്ങൾ ആദ്യമായി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തത്.
ഇവിടെ അറ്റ്മോസ്ഫിയർ പുതിയത്, നിങ്ങളാണെങ്കിൽ ചെറുപ്പം, ഇതെല്ലാം ഒരു കാരണമായതുകൊണ്ട് ഒരാൾ ഫോൺ ചെയ്തൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ അത് ഹയർ ഓഫീസറോട് ഇൻഫോം ചെയ്യാതിരിക്കണമെന്ന് ഒരിടത്തും നിയമം പറയുന്നില്ല സുരേഷ്. സാർ ക്ഷമിക്കണം സാർ, അത് ബാങ്ക് കോളാന്ന് കരുതി സാർ. അത് ഫ്രാങ്ക് കോൾസോ? വളരെ സീരിയസ് ആയൊരു കാര്യം തമാശ രൂപേണ പറഞ്ഞ പോലെ തോന്നിയത്. ലിസൺ കെയർഫുൾ മിസ്റ്റർ സുരേഷ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ, ഒരാള് എമർജൻസി ആയിട്ടൊരു കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റേഷനിലേക്ക് വരില്ല, കൺട്രോൾ റൂമിലേക്കാണ് പോവുക. കൺട്രോൾ റൂമിൽ അവർ ആ കംപ്ലൈൻറ്റ് റിസീവ് ചെയ്തിട്ട് അതിനുശേഷമാണ് നമ്മുടെ സ്റ്റേഷനിലേക്ക് അത് ഇൻഫോം ചെയ്യുന്നത്. കൺട്രോൾ റൂമിലിരിക്കുന്നവരാരും ഈ സിറ്റുവേഷൻ്റെ സീരിയസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണമെന്നില്ല. സോ എല്ലാവരും വളരെ ഈസി ആയിട്ട് സംസാരിക്കുള്ളൂ സുരേഷ്, മനസ്സിലായോ? സോറി സാർ, പക്ഷേ ഞാൻ ജോലിയിൽ പുതിയതായതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. സാർ വേറെ ഒന്നും വിചാരിക്കരുത്. ഇറ്റ്സ് ഓക്കെ. താൻ കുറച്ച് ബേസിക് കാര്യങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കും. വൺ മോർ തിങ്, നന്നായിട്ട് ആലോചിച്ചിട്ട് പറയേ. വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഞങ്ങളോട് പറയാൻ മറന്നു പോയിട്ടുണ്ടോ? സാർ, ഇപ്പോൾ നിങ്ങൾ സ്വാഗ് അപ്പാർട്ട്മെന്റ്സിൽ ശ്രുതി താമസിക്കുന്ന സ്ഥലത്താണുള്ളത്? അതെ. ഇന്നലെ പെണ്ണ് നമ്മുടെ സ്റ്റേഷനിൽ വന്നിട്ട് ഒരുത്തിന്റെ പേരിൽ ഈവ് ടീസിങ്ങിനെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ആരുടെ പേരിൽ? വീടും അഡ്രസ്സും ഒന്നും കറക്റ്റായിട്ട് തന്നിട്ടില്ല സാർ. പക്ഷേ അംബേദ്കർ നഗർ എന്ന് പറഞ്ഞിട്ട് പോയി സാർ. അയാളുടെ പേര് മനോ എന്ന് പറഞ്ഞു സാർ. മനു ആരാണോ? സാർ ഞാനാ. ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ശരിയായ ഉത്തരം മാത്രം പറയണം. ഓക്കെ? സരോജ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ശ്രുതി എന്ന പെൺകുട്ടി നിനക്കറിയാമോ? അറിയാം സാർ. അവളോട് സംസാരിക്കാറുണ്ടോ? ഉണ്ട് സാർ. എപ്പോഴെങ്കിലും ആ കുട്ടി ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ. കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? സാർ അങ്ങനെയൊന്നും ഇല്ല സാർ. പിന്നെ അറിയൂന്ന് പറഞ്ഞതോ? ഒരു 10 ദിവസം മുമ്പ് ആ പെണ്ണ് സ്കൂട്ടിയിൽ വന്ന് ഞങ്ങളുടെ കാറിലിട്ടിടിച്ചു. ഞങ്ങളോട് സോറി പറഞ്ഞ് തെറ്റെൻ്റെ ഭാഗത്താണെന്ന് പറഞ്ഞിട്ട് പോയി. അത്രേ ഉള്ളൂ സാറേ. അന്ന് അവളെ ആദ്യമായിട്ട് കാണുന്നത്. അവളുടെ കുഴപ്പം കൊണ്ടായിരുന്നോ അതോ നിങ്ങളുടെ കുഴപ്പം കൊണ്ടായിരുന്നോ? ആ പെണ്ണാണ് സാറേ വേഗം ലെഫ്റ്റിൽ കൂടെ വന്നത്. കണ്ടാ നീ ഒരു യോഗ്യനാണല്ലോ, പിന്നെ ഇങ്ങനെ നിന്റെ പേരിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നത്? അവസാനമായി അവളെ എപ്പോഴാ കണ്ടത്? അന്ന് അപകടം നടക്കുമ്പോഴാ ലാസ്റ്റ് കണ്ടത്. സർ, ആദ്യം ഞങ്ങൾ എന്തിനാ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഗുഡ്. അവസാനം സാറെന്ന വാക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. നിങ്ങളുടെ വീടിനടുത്തുള്ള സരോജ് പ്രയാഗ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ശ്രുതി എന്നൊരു പെൺകുട്ടി മിസ്സിംഗ് ആണ്. കംപ്ലൈൻറ്റ്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടി അംബേദ്കർ നഗറിൽ താമസിക്കുന്ന മനു എന്നൊരു പയ്യന്റെ പേരിൽ ഈ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് തൽക്കാലം നിങ്ങളൊന്ന് ചോദ്യം ചെയ്യാൻ ഈ ഒരു റീസൺ മാത്രം മതി. ഞങ്ങളുടെ ഏരിയയിൽ ഇവ മാത്രമേ ഉള്ളൂ മനോജെന്ന്? അതെ സർ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ അംബേദ്കർ നഗറിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ചെക്ക് ചെയ്തോളൂ. അവിടെയുള്ള ഒരേ ഒരു മനു നിങ്ങളുടെ ഫ്രണ്ടാ. അതെങ്ങനെയാടാ? മനു എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ലേ? നിങ്ങളുടെ മൊബൈലും തന്നെ. ഫോണിന് എന്ത് പറ്റി സാർ? ചാർജ് കയറുന്നില്ല, സ്വിച്ച് ഓഫ് ആയി. ഇത് അവിടെ കൊണ്ടൊന്ന് കുത്തി നോക്ക്. ഹലോ ആദിത്യ. പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. സാർ എന്തെങ്കിലും? അല്ല അതല്ല, ഇവിടെ ഒരു ചെറിയ കേസുണ്ട്. എന്താ സാറേ? ഇവിടെ അടുത്തൊരു പെൺകുട്ടി മിസ്സിംഗ് ആണ്. അവളുടെ ബെഡ്റൂമിൽ ചിലയിടത്തൊക്കെ ബ്ലഡ്. സോ ദ സസ്പെക്ട് ഈസ് എ ക്രൈം സീൻ. സോ നിങ്ങൾക്ക് ഉടനെ പോയി ആ പ്ലേസ് ഒന്ന് സീൽ ചെയ്യാൻ പറ്റുമോ? സാർ, ആ കേസ് തന്നെ ഇവിടെ ക്ലിയർ ആയിട്ടില്ല സാർ. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ് എന്താ സാറേ? അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സ്പോട്ടിൽ കോൺസ്റ്റബിൾ ഗൗതം ഉണ്ടാവും. അയാളുടെ കൂടെ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഡൺ. കൊറിയർ
സോ മിസ്റ്റർ വോണബി പോലീസ്, ഇതിനപ്പുറത്തേക്ക് കേസ് എങ്ങോട്ടാണ് സഞ്ചരിച്ചിരിക്കാന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നടന്ന ചില സംഭവങ്ങളാണ് എനിക്ക് മനസ്സിലാകാത്തത്. റിയലി? ക്ലൈമാക്സ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് സിനിമ കാണുന്നത് വളരെ ബോറല്ലേ? നോട്ട് എക്സാക്ട്ലി. പക്ഷെ നിങ്ങൾ കഥ പറയുന്ന പോലെ ഇരിക്കും. ഓക്കെ. ആദ്യത്തിനോട് ഞാൻ ഫോണിൽ സംസാരിച്ചതിന് ശേഷം ആ 3 പിള്ളേരോട് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. അവിടെ നിന്നായിരുന്നു ആ മർഡറിൻ്റെ ഫസ്റ്റ് തുമ്പ് കിട്ടുന്നത്. കൃഷിൻ്റെ തലയ്ക്കുള്ളിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് പോലീസ് ഉപയോഗിക്കുന്ന ബുള്ളറ്റായിരുന്നു. ശേഖർ, അകത്ത് പോയി എന്താണെന്ന് നോക്ക്. ഹലോ സാർ. ആ പറഞ്ഞ ആളെത്തിയോ? ഇറ്റ്സ് സിമ്പിൾ ബട്ട് കോംപ്ലിക്കേറ്റഡ്. വീട്ടിൽ നടന്നത് ഒരു മോഷണ ശ്രമമായിട്ട് തോന്നുന്നില്ല. പിന്നെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ശ്രുതിയുടെ കമ്പനിയുടെ ഐഡന്റിറ്റി കാർഡ് സംഭവ സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. ഇൻഫാക്ട് ശ്രുതിയുടെ പിറന്നാളിൻ്റെ അന്ന് എന്തൊക്കെയോ സംഭവിച്ചതുപോലെയുണ്ട്. ശ്രുതിയുടെ ഐഡന്റിറ്റി കാർഡിലെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ്. പക്ഷെ ചുവരിലെ ബ്ലഡ് ഗ്രൂപ്പ് ഞങ്ങൾ ചെക്ക് ചെയ്തു. പക്ഷേ അത് B പോസിറ്റീവ്. സാർ, അതുപോലെ മറ്റേ കേസ് എന്തായി? 9mm. ഇവിടെ ഇരിക്കാലോ പ്ലീസ് സാർ. വാട്ട് ഹാപ്പൻ സാർ? മുഖ്യ സ്ത്രീകൾക്കും ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കൊണ്ടാണ്. സോ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് തോന്നുന്നത്. ചെയ്തു കഴിഞ്ഞു സാർ. ഇയാളിങ്ങനെ എപ്പോഴും ഒരു മുഴം മുമ്പേ. എന്നിട്ട് പറയൂ മിസ്റ്റർ ഗൗതം, എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയത്? ഈ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു സാർ. പക്ഷേ എല്ലാവരും പറയുന്നത് ശ്രുതി എപ്പോഴും തനിച്ചേ വീട്ടിലുണ്ടാവുള്ളെന്നാണ്. പേരൻസോ ഗാർഡിയൻസോ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇടയ്ക്ക് ഒരു ചെറുക്കൻ വരാറുണ്ടെന്ന് പറയുന്നു. ഫ്ലാറ്റ് 3A ഒരു കാർന്നൂര് ശ്രുതിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു. ശ്രുതിയെ കെട്ടാൻ പോകുന്ന ചെറുക്കനാണെന്ന് അങ്ങേരോട് പറഞ്ഞത്. അങ്ങേരല്ലാതെ വേറെ ആരും ആ ചെറുക്കനെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. സോ വി ഹാവ് എ മിസ്റ്ററി ബോയ് ഫ്രണ്ട് ഹിയർ. അയാളുടെ പേര് കൃഷ്ണൻ എന്നാ സാർ. ഇതാ അവൻ്റെ ലൈസൻസ്. ആദിത്യൻ, വോളിൽ കണ്ട ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് പറഞ്ഞേ? B പോസിറ്റീവ് സാർ. സാർ ഇത് ബാക്ക് സൈഡ്. ഈ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു സാർ. പക്ഷേ എല്ലാവരും പറയുന്നത് ശ്രുതി എപ്പോഴും തനിച്ചേ വീട്ടിലുണ്ടാവുള്ളെന്നാണ്. പേരൻസോ ഗാർഡിയൻസോ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. അത് പിന്നെ നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞ ആളിതാണോ? I am not sure, but I think he is him. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ശ്രുതി കംപ്ലൈൻറ്റ് കൊടുത്ത ആ പയ്യൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. സാറാ മനോ? ശ്രുതിയുടെ കാര്യത്തിൽ അവർ കള്ളം പറയുന്നതായിട്ട് തോന്നുന്നില്ല. അവർ പറയുന്ന ആൻസേഴ്സ് എല്ലാം കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത നിലയ്ക്ക് ഇനി നിങ്ങളോട് വേണമെന്നില്ല. അംബേദ്കർ നഗറിൽ പോയിട്ട് ഇവിടെ അപ്പാർട്ട്മെന്റിൽ എന്താണോ ചെയ്തത് അത് തന്നെ അവിടെയും ചെയ്യും. ഐ വിൽ ഡ്രോപ്പ് യു. അത് സാർ മേലെ പോയി ക്യാപ്പ് എടുത്തിട്ട് വരാം. മറന്നുപോയി സാർ, സോറി. കം ഓൺ പ്ലീസ്. കിട്ടല്ലേ? തീർച്ചയായും നീ മാരി ഗെയിം കളിച്ചിട്ടുണ്ടാവും, കറക്റ്റ്? യെസ് സാർ. അതിൽ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 3 ലൈഫ്സ് ഉണ്ടാവും. ബട്ട് ബൈ ലക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ജമ്പ് ചെയ്യും. അവിടെ ഉള്ളൊരു മാജിക് ബ്രിക്കിൽ നിന്നൊരു ലൈഫ് കിട്ടും. എക്സ്ട്രാ ലൈഫ്, അറിയാമോ? പക്ഷെ അങ്ങനെയൊന്നും കിട്ടിയില്ലല്ലോ സാർ എനിക്ക്. കിട്ടൂടോ. അതുപോലെ തന്നെയാണ് എല്ലാ കേസുകളും. ഒരു മാജിക് ബ്രിക്ക് ഉണ്ടാവും. നീ അത് തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല, അത് നിന്നെ തേടി വരും. നിക്ക് ഇത് അങ്ങനൊന്നും തരാൻ പറ്റത്തില്ല. എന്തുപറ്റി? അതായത് സാർ, ഇത്ര പേര് താമസിക്കുന്ന ഈ ഫ്ലാറ്റിന് മുന്നിൽ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാതെ പറയുന്നത് ഫോട്ടോ എടുക്കുക. എന്താ സാർ, ഞങ്ങളിവിടെ ഷോർട്ട് ഫിലിം മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറൊരു ശല്യം ചെയ്തിട്ടില്ല സാർ. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് സാർ. അയാൾ പറയുന്ന പോലെ ഞങ്ങൾ ആരെയും ഡിസ്റ്റർബ് ഒന്നും ചെയ്തിട്ടില്ല. അയാൾ പറയുന്നതെല്ലാം കള്ളമാണ് സാർ. നാളത്തെ കോമ്പറ്റീഷന് വേണ്ടി സാർ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം. ഇതിനകത്താണ് എല്ലാ ഫയലും ഉള്ളത് സാർ. വൈകുന്നേരം സ്റ്റേഷനൊന്നും മേടിച്ചാൽ സാർ, ഈ കോമ്പറ്റീഷന് വേണ്ടി 6 മാസമായി സാർ. ഇനി ആ ക്യാമറ ഇതൊരു കാര്യം ചെയ്യണം, എല്ലാ വീട്ടുകാരും ചോദ്യം ചെയ്യണം. ചെറിയ ഡൗട്ട് തോന്നിയാൽ പോലും അതപ്പം മാർക്ക് ചെയ്തേക്കണം സാർ. ഈസ് ദാറ്റ് ക്ലിയർ ഗൗതം? എല്ലാം ഞാൻ ചെയ്തോളാം സാർ. സാർ, ഞാൻ ഗൗതമാണ്. പറയൂ ഗൗതം. ശ്രുതി മനോയെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് തന്നേക്കുന്നേ? ഓ അതോ,
അത് ആ പെണ്ണിനെ റോഡിന്റെ നടുവിൽ വെച്ച് എന്തൊക്കെയോ തോന്നിവാസം കാണിച്ചെന്ന്. അതിനാ പെണ്ണ് അവനെ നടു റോട്ടിൽ വെച്ച് ചീത്ത വിളിച്ചിട്ട് അവൾ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുത്തു. അത്രേ ഉള്ളൂ. ഓ ഓക്കെ. കൃഷിൻ്റെ അച്ഛനാ സാർ. മകനെ കാണുന്നില്ലെന്നും പറഞ്ഞ് കംപ്ലൈൻറ്റുമായിട്ടാണ് വന്നത്. രാവിലെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞതല്ലേ സാർ, ലൈസൻസ് സാറിൻ്റെ കയ്യിലല്ലായിരുന്നു, അതുകൊണ്ട് അഡ്രസ്സും നോട്ട് ചെയ്തില്ല. ഇതൊക്കെ ഒരു റീസൺ ആണോടൂ? അതോട് കയറിയിരിക്കാൻ പറ. സാർ, നിങ്ങൾ അകത്തേക്കൊന്ന് പോയിരിക്കും. സാറിനോട് ഞാൻ ലീവിന്റെ കാര്യം എടാ പറഞ്ഞു. പിള്ളേരെ, മൊബൈൽ നമ്പർ ആയിരിക്കുന്ന സാറിൻ്റെ കൊടുത്തിട്ട് വേണം ആ പോകാൻ. എപ്പോൾ വിളിച്ചാലും വരണം. ശരി സാർ. എടാ നിന്റെ വീട്ടിലോട്ട് തന്നെയല്ലേ? നിങ്ങൾ അവിടെ ഇരിക്കും, സാർ ഇപ്പോൾ വരും. ആ ഇപ്പം എല്ലാവരും വെക്കൂ. നാളെ രാവിലെ ഒന്ന് തന്നെ കാണണം. ആ ശരി, വെക്കൂ. ഹലോ, കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു അല്ലേ? ആ, പറഞ്ഞോളൂ. എൻ്റെ പേര് ശ്രീറാം. എൻ്റെ മകൻ ദിവസവും രാത്രി 9 മണിക്കുള്ളിൽ വീട്ടിലെത്തുന്നതാണ്. ഇന്നലെ മുതൽ ആളെ കാണുന്നില്ല. ലേറ്റായാലും മെസ്സേജ് അയക്കാറുണ്ട്. മെസ്സേജ് ഇതുവരെ വന്നില്ല. എൻ്റെ ഭാര്യ ഭയങ്കര വറീഡായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് ഈ വിവരമൊന്ന് പറയാമെന്ന് കരുതി. സാർ, ഞാനും ഇതേ സർവീസിൽ ജോലി ചെയ്തതാ. ഡൽഹിയിലായിരുന്നു. 5 വർഷം മുമ്പ് റിട്ടയർമെൻ്റ് ആയിട്ട് ഇപ്പോൾ ചെന്നൈയിൽ സെറ്റിലാണ്. സോറി സാറേ, ഞാൻ സല്യൂട്ട് ചെയ്യാൻ മറന്നു. അയ്യോ, അതൊന്നും വേണ്ട. അയ്യോ സാർ, ഞാനൊരു കാര്യം പറയാം. സാർ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. സാറിൻ്റെ മകനെ ആരും ഷൂട്ട് ചെയ്തു. ഹിസ് ഡെഡ്. എപ്പോ? ഇന്ന് രാവിലെ. ആര്? എന്തിന്? ഒന്നും അറിയില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. തങ്ങളുടെ മക്കൾ മരിച്ചതാലോചിച്ച് വിലപിച്ച് കരയുന്ന മാതാപിതാക്കളെക്കാളും ഡിപ്രസീവായി ഈ ലോകത്ത് മറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം എന്നെ കൊണ്ടൊന്നും സംസാരിക്കാൻ കഴിയില്ല. നാളെ വേണമെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വരാം പ്ലീസ്. ഒരേ ഒരു മകനായിരുന്നു. ഇത് ഞാൻ അവളോട് എങ്ങനെ പറയും? അറിയില്ല. രാജൻ, ആദ്യത്തെ ഫോണിൽ വിളിച്ച എൻ്റെ ലാൻഡ് ലൈനിലേക്ക് വിളിക്കാൻ പറ. സാറേ, നമ്പർ 248527. ഓക്കെ സാർ. നിങ്ങൾക്ക് എല്ലാവർക്കും നൈറ്റ് ഡ്യൂട്ടി അല്ലേ? അതെ സാർ. സാറിൻ്റെ മൊബൈൽ ചാർജായോ? ചാർജായി കാണുമായിരിക്കും. വീട്ടിൽ പോയിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. കാലത്ത് സ്പോട്ടിലുണ്ടായിരുന്നവരെല്ലാം നാളെ ഈവനിങ് വന്നാൽ മതി. ഓക്കെ സാർ. നമസ്കാരം ദീപകേ. ഹലോ സർ, ഓൾ ഗുഡ്? അയ്യാ, നിങ്ങളുടെ വീടിന് മുന്നിൽ ഏതോ ഒരുത്തൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ആരാ? നോ ഐഡിയ. ഒരു യങ് മാൻ. വൈകുന്നേരം ഒരു 6 മണിയായി കാണും. ഞാനതുവഴി നടക്കാൻ പോയിട്ട് വരുമ്പോഴാണ് കണ്ടത്. പിന്നെ അയാൾ എതിലേ പോയെന്ന് ഞാൻ കണ്ടില്ല. ശരി, നാളെ നോക്കാം. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്.
ഹലോ സാറേ, ഞാൻ രാജന. സാറേ, ഇവിടെ 2 കോളേജ് പിള്ളേർ വന്നിട്ടുണ്ട്. സാറെന്തോ പേപ്പർ വൈകിട്ട് ഇവിടെ ഒന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞില്ലേ? എന്നിവരാ പറഞ്ഞത്. ഓ, മറന്നുപോയി രാജൻ. കാറിനകത്തുണ്ട്. അവരോട് നാളെ ഒന്ന് വാങ്ങിച്ചോളാൻ പറ. ശരി സാർ. സാറേ, ആ പിള്ളേർക്ക് ക്യാമറ ഇന്ന് തന്നെ വേണമെന്ന്. നാളെ കോമ്പറ്റീഷനുള്ള ഫയൽസ് എല്ലാം അതിലാണ് ഉള്ളതെന്ന് പറയുന്നത്. കോമ്പറ്റീഷനായി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന്. സാറേ, പിള്ളേരോട് എന്താ പറയണ്ടേ? ശരി, അവരോട് എൻ്റെ വീട്ടിലൊന്ന് വാങ്ങിക്കാൻ പറ. Come in. ഏതാ കോളേജ്? അത് കേരളം സാർ. എന്താ ഇങ്ങനെ നോക്കുന്നത്? തുറിച്ചൊരു നോട്ടം. ഇതെന്ത് ഫ്രൂട്ടായത്? ഫ്രഗോഡി ടെലിവിഷൻ എന്നൊരു കണ്ടീഷൻ ബേസ് ചെയ്താണ് സാർ. പേര്? പടത്തിൻ്റെ പേരാണോ സാർ? പ്രതിയാ സാർ. നാളെ കോമ്പറ്റീഷൻ. പക്ഷെ ഫയൽസ് എല്ലാം ക്യാമറയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇതിനുശേഷം ഒരുപാട് പ്രോസസ്സിംഗ് ഉള്ളതല്ലേ? ഫൈനലായിട്ട് ലാസ്റ്റ് സീൻ ഒന്നുകൂടി എടുത്താ സാർ. സേഫ്റ്റിക്കായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്താ സാർ. എന്തൊക്കെയാണേലും ഇതുപോലൊരു ക്യാമറ ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ല, അറിയാലോ? അയ്യോ സാർ, ഞാൻ തിരിച്ചു തന്നേക്കാം. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പെൺകുട്ടികളെയൊന്നും ഷൂട്ട് ചെയ്യില്ല, മറ്റ് ചിത്രങ്ങൾ മാത്രമേ പകർത്തൂ എന്നുള്ളതിന് എന്താ ഗ്യാരണ്ടി? സാർ, ഞങ്ങൾ ഇന്നലെ രാത്രി 4 ഷോട്ട് എടുത്തുള്ളൂ സാർ. ഉച്ചയ്ക്ക് ഷോട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അയാൾ ക്യാമറയും കൊണ്ട് പോയത്. വേണമെങ്കിൽ ഞാനിപ്പോൾ എടുത്തതെല്ലാം സാറിനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. റെഡി? റെഡിയാണോടാ? ഒരു മിനിറ്റ്, നീ ഏതൊരു മോഡൽ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇതെന്താ റിവ്യൂ ആണോ എടുത്തോണ്ട്? ശ്രദ്ധിക്കണേ. നീ ഇപ്പൊ പറയുമ്പോൾ ലിപ്പ് സിങ്ക് ചെയ്ത് പറയണേ. എടാ ഒന്ന് വേഗം. അയ്യോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് വണ്ടി പോട്ടെ. നിങ്ങൾ വീട്ടിൽ എത്ര മണിക്ക് വന്നു എന്നാ പറഞ്ഞത്? ഇന്ന് രാവിലെ ഒരു 6:30-ക്കാണ് സാർ ഇവിടെ എത്തിയത്. എന്ന് പറയുമ്പോൾ ഒരു 6:45, 6:50 സാർ. സീരിയസ് ആയിട്ട് നിൽക്ക്. സീരിയസ് ആയിട്ട് ചെയ്യാം. ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അതൊരു വെള്ളക്കാർ സാർ, എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. ഈ വീഡിയോ എത്ര മണിക്കാണ് എടുത്തത്? 11 മണിക്കാ സാർ. അപ്പാർട്ട്മെന്റിലേക്ക് പോയ സമയം 10:30 അല്ലേ? 10:30 സാർ പോയത്. ഒരു അരമണിക്കൂർ ഷൂട്ട് ചെയ്തതിനു ശേഷം മഴ കൂടി കാരണം അന്നേരം 11 ആയോടെ 11:10 വീട്ടിൽ പോയി സാർ. നിങ്ങൾ വരുമ്പോൾ ആ കാർ അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ. ആ കാർഡും എടുത്തേ. ആ പെൺകുട്ടി അല്ലാതെ മറ്റാരെങ്കിലും ആ ഫ്ലാറ്റിലേക്ക് പോയായിരുന്നോ? ഞങ്ങൾ റീച്ചായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പോയി സാർ. അവരുടെ ഫോട്ടോ വീഡിയോ അങ്ങനെ എന്തെങ്കിലും? മേക്കിംഗ് ആരെടുത്തേ? അവനെ വിളിച്ചാലും അവൻ എടുക്കത്തില്ല. ട്രൈ ചെയ്തോണ്ടിരിക്കും. എടാ ചാർജ് കുറവാടാ. സാരമില്ല, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. രാജൻ, ഗൗതമിന്റെ കോണ്ടാക്ട് നമ്പർ പറഞ്ഞേ. ഒരു മിനിറ്റ് സാർ. സാർ എഴുതിയെടുക്കാവോ? 995 995 288 288 5733 5733 5733. ആൻഡ് വൺ മോർ തിങ്, തെറ്റിദ്ധരിക്കരുത്. 33 അല്ലേ? നാളെ വൈകിട്ട് വരണ്ട, രാവിലെ തന്നെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ സാർ, ഞാൻ വന്നേക്കാം. ആ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത്. നൈസ് റിംഗ് ടോൺ. മൈ മിസ്റ്റേക്ക്. ആദ്യം തന്നെ വോയിസ് ഐഡന്റിഫൈ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സാർ സോറി സാർ, ഫോൺ വോയിസ് മാറുമല്ലോ സാർ, അതുകൊണ്ടാണ്. ഇറ്റ്സ് ഓക്കെ. ആ ഫ്ലാറ്റിൽ അന്വേഷിച്ചായിരുന്നു? എല്ലാ വീട്ടിലും പോയി അന്വേഷിച്ചു സാർ. പക്ഷെ നമ്മുടെ സ്കെച്ചിലുള്ളതുപോലെ അങ്ങനെ ഒരു മനോ അവിടെ എങ്ങുമില്ല. അപ്പോ ആ പേരിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? സാർ, വീട്ടു നമ്പർ 10 മനോഹരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പക്ഷെ അയാൾക്ക് 56 വയസ്സുണ്ട്. അയാൾക്ക് ഇത് ചെയ്യാനുള്ള ആരോഗ്യമൊന്നുമില്ല. ഇതെന്ത് കുരിശാണ്? ഫസ്റ്റ് ഡേ തന്നെ എന്നെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല സാർ. ആക്ച്വലി എനിക്ക് ഈ കേസ് അന്വേഷിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ് സാർ ഞാൻ. എക്സലന്റ്. അപ്പോൾ ഇനിയും നിങ്ങളെ ഞാൻ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യിച്ചാൽ പെർമിഷൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എന്താ സാറേ? അതല്ല, ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയാണ് തന്നെ ഞാൻ ഫോണിൽ വിളിച്ചത്. ഉടനെ വീട് വരെ ഒന്ന് വരണം. ഓക്കെ സാർ, ഞാൻ 20 മിനിറ്റ് കൊണ്ട്. എൻ്റെ അഡ്രസ്സ്.
എടാ ഈ ക്യാമറ തരുവോടാ? ക്യാമറ ഒന്നും തരാതിരിക്കത്തില്ല, ചുമ്മാ ജാട കാണിച്ചോണ്ടിരിക്കുക. സാർ അഡ്രസ് പ്ലീസ്. റൂൾ നമ്പർ 1, എക്സൈറ്റ്മെന്റിനിടയിൽ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ? ഷുവർ സർ. ടേക്ക് ഇറ്റ് ഓഫ്. നമ്പർ 3, 4th സ്ട്രീറ്റ്, രാംനഗർ. ഓക്കെ സർ, വന്നേക്കാം. മഫ്റ്റിയോ യൂണിഫോം സർ? മഫ്റ്റി ഫൈൻ. ശരി സർ. നിങ്ങൾ രണ്ടുപേരിൽ ആർക്കെങ്കിലും പോലീസ് ജോയിൻ ചെയ്യാനുള്ള ഐഡിയ ഉണ്ടോ? ഇല്ല സർ. അപ്പോൾ വന്ന പിള്ളേരുടെ റിയാക്ഷൻ ഒന്ന് കാണേണ്ടതായിരുന്നു. ഒരു ക്ലൂ കിട്ടിയപ്പോഴേ അത്ര ഹൈപ്പറായെങ്കിൽ അത് നേരിൽ കണ്ടപ്പോൾ എന്തായിരിക്കും അവന്മാരുടെ അവസ്ഥ? യുവർ ടീ ഈസ് ഗെറ്റിംഗ് കോൾഡ്. അതിനോ ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട്. ഈ വീഡിയോയിൽ നിന്ന് എന്തൊക്കെ എൻക്വയറി ചെയ്തു? വൈഷ്ണവി നമ്മുടെ അടുത്തുനിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് സാർ. അപ്പാർട്ട്മെൻറ്റിന് വെളിയിലുള്ള കാറിനെക്കുറിച്ച് തനിക്കൊരു ഡൗട്ടുമില്ല? ആ പത്രക്കാരൻ ഒരു വൈറ്റ് കാർ അവിടെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? ഐ തിങ്ക് ഇറ്റ്സ് ടു എർലി. ആ അപ്പാർട്ട്മെൻറ്റിലുള്ള വേറെ ഏതെങ്കിലും വണ്ടി കൂടെ ആകാം സാർ. അപ്പാർട്ട്മെൻറ്റിലുള്ള ആരെങ്കിലും വണ്ടിയാണെങ്കിൽ എന്തിനു വെളിയിൽ പാർക്ക് ചെയ്യണം? പോയൻ. ഐ ഡോണ്ട് ഡ്രൈവ് ഇൻ നൈറ്റ്. വൈഷ്ണവി ഒന്ന് വിളിക്കൂ. വൈഷ്ണവി വാക്കിങ്ങിന് പുറത്തു പോയിക്കോ സാർ. മണി 10 ആയല്ലോ. ഈ സമയത്താണോ വാക്കിംഗ്? ഐ തോട്ട് ഇറ്റ്സ് 9 സാർ. കുറച്ച് സമയമായുള്ളൂ പോയിട്ട്. ഇന്ന് മുഴുവനും ഡിസ്റ്റർബ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് നടന്നിട്ട് വന്നാൽ മൈൻഡ് ഫ്രഷ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇറ്റ്സ് ഓക്കെ. അവളുടെ മൊബൈൽ നമ്പർ ഒന്ന് തരൂ. മോനെ മൊബൈൽ ഞാൻ 94423 94423 55521. 55521. ഹലോ വൈഷ്ണവി. ഹലോ. യാ, ഇൻസ്പെക്ടർ ദി. എന്ത് പറ്റി സാർ? വൈഷ്ണവിയുടെ സാധനങ്ങളൊക്കെ അകത്ത് തന്നെയല്ലേ ഉള്ളത്? ഒരേ ഒരു ഭാഗ്യമുള്ളൂ സാർ, അതകത്തിരിപ്പുണ്ട്. ചെന്നൈയിലേക്ക് എത്ര മണിക്ക് ലാസ്റ്റ് ബസ്? 10:15 ഒന്നുണ്ട്, 10:30 ഒന്നുണ്ട് സാർ. കം. നിങ്ങളുടെ വീടിന് മുന്നിൽ ഏതോ ഒരുത്തം കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ആരാ? ഇന്ന് മുഴുവനും ഡിസ്റ്റർബ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് നടന്നിട്ട് വന്നാൽ മൈൻഡ് ഫ്രഷ് ആവുമെന്ന് പറഞ്ഞിട്ടോ. ഐ ആം നോട്ട് ഷുവർ, ബട്ട് ഐ തിങ്ക് ഹീസ് ഹിം. ഒരു 10 ദിവസം മുമ്പ് ആ പെണ്ണ് സ്കൂട്ടിയിൽ വന്ന് ഞങ്ങളുടെ കാറിലിട്ടിടിച്ചു. തെറ്റെൻ്റെ ഭാഗത്താണെന്ന് പറഞ്ഞിട്ട് പോയി. അവസാനമായി എപ്പോഴാണ് പെൺകുട്ടി കണ്ടത്? അന്ന് അപകടം നടക്കുമ്പോഴാണ് ലാസ്റ്റ് കണ്ടത്. അപ്പാർട്ട്മെന്റിലുള്ളവരുടെ വണ്ടിയാണെങ്കിൽ എന്തിനത് വെളിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നു? വേറെ ഏതെങ്കിലും പേര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കാണും സാർ. നമുക്ക് മൊബൈൽ നമ്പർ വെച്ച് ട്രേസ് ചെയ്താൽ നേരം വിളിക്കുന്നതിന് മുമ്പേ പിടിക്കാൻ പറ്റും. പറയൂ സാർ. TN38AW7436. ഈ കാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പെട്ടെന്നൊന്ന് കളക്ട് ചെയ്ത് പറയൂ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിനക്കാരെങ്കിലും സംശയം തോന്നുന്നുണ്ടോ ഗൗതം? ഉണ്ട് സാർ, പക്ഷേ എല്ലാം ഒരു കഥയാണ്, സത്യമല്ല. എന്ത് കഥ? പറയൂ. ഞാൻ അംബേദ്കർ നഗറിൽ അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള എല്ലാവരും ഒരേ ഒരു പയ്യനെക്കുറിച്ചാണ് കംപ്ലൈൻറ്റ് ചെയ്തത്, ഫാബിയോ. ചിലർ അവനെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് പറഞ്ഞത്. ചിലരവനെ ലേഡീസ് മാൻ എന്നും പറയാറുണ്ട്. ഇപ്പം എൻ്റെ തിയറി എന്താണെന്ന് വെച്ചാൽ, ശ്രുതി കംപ്ലൈൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചത് ഫാബിയുടെ പേരിലാണ്. 3 പേര് ഒരുമിച്ചല്ല സാറേ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പേര് കൺഫ്യൂസ് ആകാനും സാധ്യതയുണ്ട് സാർ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം സാർ. എത്ര വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ചില ഡേറ്റി സീക്രട്സ് ഒന്നും ആരും പറയാറില്ല സാർ. മനോയും മെൽവിനും അറിയാതെ തന്നെ ഫേബിൻ ശ്രുതിയെ സ്റ്റോപ്പ് ചെയ്ത് കാണും സാർ.
സ്റ്റോപ്പ്. ഈ നേരത്ത് താൻ എവിടേക്കാണ് പോകുന്നത്? സ്റ്റേഷനിലേക്കാ സാർ. മുഖത്തെന്ത് പറ്റിയതാ? എന്താ നടക്കുന്നതെന്ന് എനിക്ക് മാത്രമാണോ മനസ്സിലാവാത്ത? നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? എല്ലാത്തിനും ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ടുണ്ടാവല്ലോ. ഇപ്പൊ ഒന്നുമില്ലേ? ഡാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിന്റെ വെപ്രാളൊന്ന് നിർത്തടാ. നീ വിചാരിക്കും പോലെ ഈ കാര്യം അത്ര സീരിയസ് വിഷയമൊന്നും അല്ലടാ. അത് പോട്ടെ, ഇപ്പം ഞാൻ പറയുന്നത് ടെൻഷൻ അടിക്കാതെ നെർവസ് ആകാതെ കേട്ടോ. ഇന്നലെ നമ്മളുണ്ടാക്കിയ ആക്സിഡൻറ്റ് ഏതോ ഒരുത്തൻ കണ്ടിട്ടുണ്ട്. അവരുമായിട്ടുള്ള വഴക്കിനിടയിൽ ഡ്രങ്ക് ലോക്കായില്ലയോ നോക്കി, പക്ഷേ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കാറിനെ ഫോളോ ചെയ്ത് നമ്മൾ വീട്ടിൽ കയറിയതിന് ശേഷം ഡ്രൈവർ സീറ്റിൻ്റെ അരികത്തുണ്ടായിരുന്ന ലിവർ യൂസ് ചെയ്ത് ബോഡി പുറത്തെടുത്തു. ആ ബോഡി എടുത്തവർ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളിതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞാൽ ഈ കാര്യം പോലീസിലെത്തിക്കാനുള്ള മൈൻഡിലായിരിക്കും ഉണ്ടാവുക. ബ്രോ, നിങ്ങളോട് എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലോട്ട് പേപ്പർ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യേ, ഇത് പേപ്പർ മാറ്ററൊന്നും അല്ല. നാളെ ഈ മുഖമെല്ലാം പേപ്പറിൽ വരുന്ന ഒരു മാറ്ററാ. ഇതെന്താ ബ്രോ, എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? ഇരിക്കേ, ഇത് നിങ്ങളുടെ വീട് തന്നെയല്ലേ? എന്തു പറയാൻ വേണ്ടി നീ ഇങ്ങോട്ട് വന്നേ? അതെന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് കൊച്ചു വെളുപ്പാൻ കാലത്ത് ഒരു പത്രക്കാരൻ നമ്മുടെ ഭാരതീയ പാർക്കിനടുത്തൂടെ പോവായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കാറ് ബ്രേക്ക് ഇടുന്ന സൗണ്ട് കേട്ടു. എന്താണെന്നറിയാൻ വേണ്ടി സൈക്കിളിൽ നിന്ന് ഇറങ്ങിച്ച് നോക്കുമ്പോൾ നിങ്ങളെപ്പോലൊരു 3 പിള്ളേർ ഒരുത്തനെ കാർ കൊണ്ട് ഇടിപ്പിച്ചിട്ട് അവനെ എടുത്ത് വിക്കി വെച്ചിട്ട് വിട്ടു പൊക്കളഞ്ഞു. ആ പത്രക്കാരൻ സത്യത്തിൽ നല്ലവനാ. ഇക്കാര്യം പോലീസിനോടൊന്നും ചെന്ന് പറഞ്ഞില്ല. ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും പോയി പറഞ്ഞേനെ. പിന്നീടാണ് ആ പേപ്പറുകാരന് തലയിലൊരു ബുദ്ധി ഉദിച്ചത്. ഈ കാര്യം ചെന്ന് പോലീസുകാരനോട് പറയുകയാണെങ്കിൽ അവനൊരു ലാഭവും ഇല്ലല്ലോ. ആവശ്യമില്ലാതെ ആ പോലീസുകാർ പിള്ളേരെ പിടിച്ച് ജയിലിൽ വിടും. അതാ ഇതുമായിട്ട് ബന്ധമുള്ളവരൊന്ന് കണ്ടുപിടിച്ചിട്ട് സംസാരിച്ച് ഒരു നല്ല എമൗണ്ട് വാങ്ങുകയാണെങ്കിൽ അവനും ലാഭം ഉണ്ടാകും, ആ പിള്ളേർക്കും ലാഭം ഉണ്ടാകും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എത്ര വേണം? ഒരു മാസം മുഴുവൻ ഉറക്കളച്ചിരുന്ന് പേപ്പറിട്ട ഒരു 3000 രൂപ കൈ നിൽക്കും. വർഷത്തിലൊരു 50 × 2 × 20,000 രൂപ നിൽക്കും. എനിക്കാണെങ്കിൽ ഇപ്പോൾ 29 വയസ്സുമായി. എങ്ങനെ പോയാലും ഒരു 40 വർഷത്തോടെ ജീവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ടേബിളിൻ്റെ പുറത്ത് എടുത്തു വെച്ചെന്ന് വെച്ചോ, അങ്ങനെ എടുത്തോണ്ട് ഞാൻ ഓടിക്കളയും. പിന്നീട് നിങ്ങളുടെ കൺവെട്ടത്ത് വരത്തില്ല. നീ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ, പൈസ റെഡിയായിരിക്കും. വിശ്വസിക്കാമല്ലോ? തരാന്ന് പറഞ്ഞില്ലേ? ആ പത്രക്കാരൻ ക്യാഷ് ചോദിച്ചപ്പോൾ അവനെ വിരട്ടി വിട്ടാ പോരായിരുന്നോ? എല്ലാത്തിനും നീ എന്തിനാ തലയാട്ടിയേ? ഡാ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കാര്യം അവന് മാത്രം അറിയാവുള്ളൂ എങ്ങനെ വിചാരിക്കാനാ? അത് പറ. ആദ്യം അവൻ ചോദിച്ചത് കൊടുത്തു നോക്കാം. കാശ് വാങ്ങിയിട്ട് മിണ്ടാതിരുന്ന് ഇത് അവന് മാത്രമേ അറിയുള്ളൂ, മറ്റാർക്കും അറിയില്ലെന്ന് അർത്ഥം. പിന്നെ കൊടുത്ത കാശ് എങ്ങനെ തിരിച്ചു വാങ്ങണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി, ചുമ്മാ ഒരു പേടിത്തൊണ്ടനാവാതെ. അച്ഛാ, എന്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുത്തായിരുന്നു. എടുത്തു. വീടിനടുത്തൊരു പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് വാങ്ങാൻ വേണ്ടി എടുത്താടാ. എന്റെ സാലറി ഇതുവരെ ക്രെഡിറ്റ് ആയില്ല. അച്ഛാ, എനിക്കിപ്പോ ഒരു 10 ലക്ഷം വളരെ അത്യാവശ്യമാണ്. എന്തിനാണ് നിനക്കിപ്പോ 10 ലക്ഷം രൂപ? എന്ത് ചെയ്യാൻ? ഇപ്പൊ 50,000 ഉള്ളൂ, ബാക്കി പിന്നെ തരാം. എന്താ ഇത്, ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 1000 തന്നാ എങ്ങനെ? ശരി, ഓക്കെ. ബാക്കിയോ?
ബാക്കി പിന്നെ തരാമെന്ന് പറഞ്ഞില്ലേ, ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവൻ വീണ്ടും ഞങ്ങളോട് ക്യാഷ് ചോദിച്ചു. ഇത് വെറും ഒരു ആക്സിഡൻ്റ് അല്ലേ, നമുക്ക് പോലീസിനോട് പോയി പറയാം, ഇവനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഇവരോട് പറഞ്ഞതാ സാർ. ഫാബിയോ എൻ്റെ കർണത്തടിച്ചു സാർ. എനിക്ക് അന്നേരം തന്നെ ഈ കാര്യം പോലീസിനോട് പറയണമെന്ന് തോന്നി സാർ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എവിടെ വെച്ച് ആക്സിഡൻ്റ് ഉണ്ടായത്? ഇവിടെ വെച്ചാ സാർ. അവനെങ്ങനെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും തനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? അന്നേരം എനിക്കുണ്ടായ പേടിയിൽ ഒന്നും ഓർമ്മയില്ല സാർ. നീ വെക്കോ, നിന്റെ ഫ്രണ്ട്സ് ചോദിച്ചാൽ ഞങ്ങൾ കണ്ട കാര്യമൊന്നും പറയണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ആ സാർ, ആ ന്യൂസ് പേപ്പർ ഇടുന്ന ആള് അവനിനി ഒരു പ്രശ്നത്തിനും വരില്ല. സർ റിലാക്സ്. ഏയ് ഐ എം കൂൾ. ഗൗതം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്നുകൂടെ നോക്കി. ഇന്നലെ രാത്രി 11 മണിക്ക് വൈഷ്ണവ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിരിക്കുന്നു. വെളുപ്പിന് 2 മണിക്ക് അവന്മാരുടെ കാർ ആക്സിഡൻ്റ് ആകുന്നു. അതേ പാർക്കിൻ്റെ അടുത്ത് അതേ സമയം തന്നെ ശ്രുതിയുടെ ബോയ് ഫ്രണ്ടിനെ ഷൂട്ട് ചെയ്തു. പിന്നെ രാവിലെ 7 മണിക്ക് വൈഷ്ണവി അപ്പാർട്ട്മെൻറ്റിലുള്ള നെയ്ബറിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നു. ഫൈനലി 10 മണിക്ക് അവൾ എസ്കേപ്പ്. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ആ പത്രക്കാരനുണ്ടായിരുന്നു. സോ ആ മർഡർ അവൻ കാണാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ഒരുപാടുണ്ട് സാർ. സാർ നമസ്കാരം. വീടിനകത്തേക്കെന്താ ക്ഷണിക്കാത്തത്? വരൂ സാർ. തുണിയെല്ലാം വലിച്ചു വാരി ഇട്ടേക്കോ സാർ. നിങ്ങളൊന്നും വെറുതെ തെറ്റായിട്ട് വിചാരിക്കല്ല സാർ. സാർ എന്താ സാർ കാണിക്കുന്നത്? അയ്യോ സാർ, എന്താ സാർ ഇതൊക്കെ? ആ സാർ, സാർ എന്നെ വിട് സാർ. വീട് കാര്യം ചെറുതാണേലും നല്ല വൃത്തിയും വെടുപ്പുണ്ട്. നിന്റെ ഇവിടുത്തെ താമസം മതി. മേട്ടുപ്പാളയത്തിനടുത്ത് 8 ലക്ഷത്തിനൊരു സൂപ്പർ അപ്പാർട്ട്മെന്റ് കിട്ടും. എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്ക്. ബാക്കിയുള്ള 2 ലക്ഷത്തിന് എന്തെങ്കിലും കച്ചവടം തുടങ്ങാമല്ലോ. ലൈഫ് അല്ലല്ലാതെ മുന്നോട്ട് പോകും. സാർ തെറ്റുപറ്റിപ്പോയി സാർ, എന്നോട് ക്ഷമിക്കണം സാർ. ആ പിള്ളേർ ഇനി ശല്യം ചെയ്യില്ല സാർ. എല്ലാ സത്യവും ഞാൻ പറയാം സാർ. എല്ലാ സത്യങ്ങളും എന്ന പദത്തിന് ഒരർത്ഥമുണ്ട്. അതായത് കണ്ട കാര്യം കണ്ടതുപോലെ പറയണം. പകുതി വിഴുങ്ങിയിട്ട് പാതി മറച്ചു വെച്ചിട്ട് പിള്ളേരെ വരട്ടുന്ന രീതിയൊന്നും ശരിയാവില്ല. നീ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായാൽ പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഞങ്ങളങ്ങ് തിരിച്ചു പോകും. അതല്ല, നീ പറയുന്നതെല്ലാം നുണയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയ നിന്നെ നടു റോട്ടിക്കൊണ്ട് കിടത്തി ആ പിള്ളേരെ കൊണ്ട് കാർ ഓടിച്ച് നിന്നെ നെഞ്ചത്തോട്ട് കയറ്റും. ഞാൻ പറയാം സാർ. എന്നാ പറ. പേപ്പർ എടുക്കാൻ വേണ്ടി ഞാൻ ഡിപ്പോയിലേക്ക് പോയിട്ട് വരുമ്പോൾ അവിടെ ഒരു വെള്ളക്കാരനടുത്ത് ഒരാൾ വീണ് കിടക്കുന്ന കണ്ടു സാർ. മെൽവി ആൻഡ് രേഷ്മി ഫ്രണ്ട്സ് ആയല്ലോ. എന്താ സംഭവിച്ചെന്നറിയാൻ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ നീ പറയുന്ന പോലെ അത്രക്കാരനൊന്നുമല്ല ഞാൻ. ഏതവനോ അയാളെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു സാർ. തരികടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. നോക്കി അതേസമയം ഓപ്പോസിറ്റ് റോഡിൽ ഒരു കാറ് സ്കിഡാകുന്ന ശബ്ദം കേട്ടു സാർ. എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ചെറുപ്പക്കാരായ 3 പേര് ഒരുത്തനെ കാർ കൊണ്ട് ഇടിച്ചിട്ടിട്ട് അവനെ എടുത്ത് ഡിക്കിയിലിട്ടിട്ട് വണ്ടി വിട്ടു പൊക്കളഞ്ഞു സാർ. ഉടനെ ഞാൻ സ്റ്റേഷൻ ചെന്നത് ആ വെടി കൊണ്ടവന്റെ കാര്യം മാത്രമാണ് സാർ പറഞ്ഞത്. ആ ആക്സിഡന്റിനെ പറ്റിയുള്ള ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല സാർ. ഞാൻ ഉടനെ തന്നെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞായിരുന്നു സാർ. നിങ്ങളുടെ അഡ്രസ്സ് റൈറ്ററുടെ അടുത്ത് കൊടുത്തിട്ട് വെക്കാം. ശരി സാർ. ഞാൻ കാശിന് വേണ്ടിയാ സാർ പിള്ളേരെ വരട്ടിയത്. അതല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒരു കാര്യം എനിക്കറിയില്ല സാർ. അപ്പൊ ബോഡി നീ കാറിൽ നിന്ന് എടുത്തിട്ടില്ല? സാർ, ആ ശവത്തിന് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുക? ആ പാർക്കിൽ വെച്ച് കണ്ടത് ഈ കാറല്ലേ? ഇതാണ് സാർ. നിങ്ങൾ സ്പോട്ടിൽ പോയപ്പോൾ കാർ അവിടെ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു സാർ.
ഒരു കാർ നമ്പർ ട്രേസ് ചെയ്യാൻ ഇത്രയും സമയമോ? ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. വാ. കോൺസ്റ്റബിൾ രാജൻ ഒരു കാർ നമ്പർ നിന്നിട്ട് ട്രേസ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ? തന്നായിരുന്നു സാർ. ഡീറ്റെയിൽസ് എല്ലാം മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആർക്ക്? രാജൻ സാറിന്. ഒരു മിനിറ്റ് സാർ. അയ്യോ, മെസ്സേജ് സെൻഡ് ആവുന്നില്ല സാർ. നിൽക്ക് സാർ, ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് പറയാം. ഗൗതം സാർ, പിള്ളേർ കാറിലിടിച്ചത് കില്ലർ കണ്ടിട്ടുണ്ടാവണം. അവർ പോയതിനു ശേഷം ആ കാർ എടുത്ത് ഫോളോ ചെയ്ത് പോയിട്ട് ട്രങ്കിലിടുന്ന ആ കില്ലർ തന്നെയായിരിക്കും ബോഡി നീക്കം ചെയ്തത്. എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു സാർ. പക്ഷേ വൈഷ്ണവി നമ്മളോട് കള്ളം പറഞ്ഞത്, അതിനുശേഷം നമ്മൾ അവിടെ കണ്ട ബ്ലഡ് ഇതെല്ലാം. ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്തു. ഇത് തന്നെയാണ് നടന്നതെന്ന് കൺഫേം ചെയ്യാനൊന്നും പറ്റില്ല. ഇതുവരെയും നമുക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് ഇങ്ങനെയും നടന്നിട്ടില്ല എന്ന് പറയും. യു ക്യാൻ സിംപ്ലി ഫോർ ദിസ് ദീപക്സ് തിയേറ്റർ. ക്രിഷ് ആൻഡ് ശ്രുതി അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീ ഈസ് എൻട്രിങ് ദ അപ്പാർട്ട്മെന്റ്. അവൻ ആരാണെന്ന് നമുക്കറിയില്ല. സോ ആ കില്ലർ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കടന്നു വന്നു. അപ്പാർട്ട്മെന്റിനുള്ളിൽ തീർച്ചയായും മൂന്നാമതൊരാളുണ്ടായിരുന്നിരിക്കണം. മേ ബി ഹീസ് വൈഷ്ണവീസ് ബോയ് ഫ്രണ്ട്. ബട്ട് ആ കില്ലർ എൻട്രി ആയ ഉടനെ അവനെ സോൾവ് ചെയ്തു. ആൻഡ് ദെൻ ശ്രുതിയുടെ റൂമിലേക്ക് പോയ കൃഷ്ണയെയും സോൾവ് ചെയ്തു. This explains the blood on the moon. And Sudhi is a gunpoint. കറക്റ്റ് അതേ സമയത്ത് തന്നെ വൈഷ്ണവി അങ്ങോട്ട് കടന്നു വന്നു. ഇത് നീ ആരോടെങ്കിലും പുറത്ത് പറഞ്ഞാൽ നിന്നെ കൊന്നുകളയുമെന്ന് തൂക്ക് ചൂണ്ടി വിരട്ടി. പിന്നെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി വൈഷ്ണവിയെ മാത്രം വെറുതെ വിട്ടിട്ട് മറ്റ് 3 പേരെയും ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. പാർക്കിനടുത്തെത്തിയപ്പോൾ കൃഷ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു കാണുന്നു. യു ഗസ്റ്റ്. വൈഷ്ണവിയുടെ ബോയ്ഫ്രണ്ട് തടയുവാൻ വേണ്ടി ഗേറ്റിന് മേലെ കുതിച്ചു ചാടി. കില്ലറെ കണ്ട് പേടിച്ച് ശ്രുതി അൺകോൺഷ്യസായി. കൃഷിന്റെ മരണം സൂയിസൈഡ് പോലെ ചിത്രീകരിച്ചു. ഇതിന് ശേഷം നടന്നത് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ എൻറ്റയർ ഇൻസിഡൻറ്റ് പത്രക്കാരൻ പാർക്കിന് പുറത്തുനിന്ന് കാണുന്നു. ആൻഡ് ആ കൊലയാളി പാർക്കിനുള്ളിൽ തന്നെയുണ്ട്. ആ പിള്ളേര് പോയതിനു ശേഷം പത്രക്കാരൻ പരിഭ്രമത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. ഫെബിയുടെ കാറിനെ അവർ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. ആ കില്ലർ സ്പോട്ടിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനായി. പിള്ളേര് വീടിനുള്ളിലേക്ക് പോയതിനു ശേഷം കാറിൻ്റെ ഡിക്കിയിൽ നിന്നും ഡെഡ് ബോഡി റിമൂവ് ചെയ്യുന്നു. സോ വൈഷ്ണവിയുടെ ബോയ്ഫ്രണ്ടിൻ്റെയും ശ്രുതിയുടെയും ഡെഡ് ബോഡി, അവ രണ്ടും നമ്മളിപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന TN38 AW7436 സ്വിഫ്റ്റ് ഡിസയർ കാറിൻ്റെ ഡിക്കിക്കുള്ളിലായിരിക്കണം. ദാറ്റ്സ് ബ്ലഡി ജീനിയസ് സാർ. ഞാൻ പറഞ്ഞ കണക്ഷൻസ് എല്ലാം ലോജിക്കിൽ തന്നെയല്ലേ ഉള്ളത്? യാ സാർ, ഇറ്റ്സ് വെരി ലോജിക്കൽ. ഇങ്ങനെ നടക്കാനും ചാൻസസ് ഉണ്ട്. ബട്ട് ഇതിൻ്റെ മോട്ടീവ്? എല്ലാ കൊലയ്ക്ക് പിന്നിലും മോട്ടിവേഷൻ ഉണ്ടാവണമെന്നില്ല. സാർ തരുന്ന ഹിൻഡ് നോക്കിയാൽ നമ്മളൊരു സൈക്കോ കില്ലറിനെ ചേസ് ചെയ്യാണോ എന്നങ്ങ് തോന്നുമോ സാർ? എക്സാക്ട്ലി. ഹൂ നോസ് ഇറ്റ്? സാർ, കൃഷ്ണസ്വാമി എന്ന പേരിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. കൃഷ്ണസ്വാമിയോ? ആ പറയൂ സാർ. തിരുപ്പൂർ ബൈപ്പാസിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. സാർ, ആരോ ഒരാൾ കാറിൽ നിന്ന് എന്തോ എടുത്ത് ആറ്റിലേക്ക് ഇട്ടു. തെളിച്ച് പറയൂ. കാർ ഡിക്കി തുറന്നിട്ട് അതിനകത്തുനിന്ന് വലുതായിട്ട് എന്തോ എടുത്ത് ആറ്റിലേക്ക് ഇട്ടു സാർ. ഏത് വണ്ടിയാണ്? വൈറ്റ് ഡിസയർ സാർ.
സിവിയർ ബ്ലഡ് ലോസ്, ആംബിയർ ക്ഷണം. കുറച്ചു ദിവസത്തിന് മുൻപ് കൃഷ് എന്ന ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായി പൂന്തോട്ടത്തിൽ മരണമടഞ്ഞു കിടന്നതായി കണ്ടു. അതേ ദിവസം ശ്രുതി എന്ന പെൺകുട്ടിയും കാണാതായി. ഇതിന് കാരണം മനോഹരൻ എന്ന യുവാവാണെന്നും കൃഷും ശ്രുതിയുമായുള്ള ബന്ധം ഇഷ്ടപ്പെടാഞ്ഞതിനാൽ കൃഷിനെ വെടിവെച്ച് കൊന്നതായും ശ്രുതിയെ തട്ടിക്കൊണ്ടുപോയതായും കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാർ പറയുന്നു. കൂടാതെ മനോഹരൻ എന്ന യുവാവിനെ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Excuse me. സാർ, ഞാൻ രാജനെ വിളിക്കുന്നത്. ആ, ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജൻ. സാർ, ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്തിനാ സാറിനെ കാണാൻ പറഞ്ഞതെന്ന് എൻ്റെ മകന് മനസ്സിലായി. അവൻ വരുന്നില്ലെന്ന് പറയുന്നു സാർ. സാറിന് എന്നോടൊന്നും തോന്നരുത്. ഹലോ സാർ. ഫൈനലി ഈ ചോദ്യം നിങ്ങൾ ആദ്യം ചോദിക്കണമായിരുന്നു. എന്തോ 10 വർഷത്തെ പരിചയം പോലെ സംസാരിക്കുന്നത് കേട്ടല്ലോ. ഞാനും ശരി പോട്ടെ എന്ന് ഓർത്തു. പക്ഷെ ഞാൻ ആരായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഈ കേസിനെ കുറിച്ചൊന്നും പറയില്ലായിരുന്നു. ഇതെടുക്കാനാണോ ഇത്രയും നേരം ട്രൈ ചെയ്തേ? ഞാൻ കൃഷ്ണന്റെ ബ്രദറാണ്. ഒന്നും വേണ്ട, ഞാൻ പറയാത്ത ആരും കൂടെ വരണ്ട. എല്ലാരും പോ. നിങ്ങൾ ആ കൊലയാളിയുടെ മുഖം നന്നായി കണ്ടുവെന്ന് എനിക്കറിയാം.
പക്ഷെ പോലീസ് ചോദിച്ചിട്ട് പോലും നിങ്ങൾ അയാളെ കാണിച്ചു കൊടുത്തില്ല. ഒരുത്തിന് എല്ലാ ഇമോഷൻസും കൺട്രോൾ ചെയ്യാം, പക്ഷേ ഇവനകത്ത് കിടക്കണം അല്ലെങ്കിൽ ചാകണമെന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുമ്പോൾ അവൻ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കാണുമ്പോൾ മനസ്സിലൊരു തീക്കനലെരിയും. ആ എരിച്ചിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പം ഇതാ നിറയെ പേർക്ക് ജസ്റ്റിസ് കിട്ടാൻ വളരെ ഉപകാരമാകുന്നത്. കൊലയാളി ആരാന്നറിഞ്ഞിട്ട് നിങ്ങൾ അയാളെ ഒന്നും ചെയ്തില്ല. Now I just need a simple answer to the simple questions. എന്തുകൊണ്ട്? എല്ലാം പറയാം. നിനക്കെന്നോട് ഒരുപാട് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തീർത്തതിന് ശേഷം നിനക്കെന്നെ കൊല്ലാം. ആരും നിന്നെ തടയാൻ വരില്ല. ബിക്കോസ് ബേസിക്കലി പോലീസുകാർക്ക് കുറച്ച് വാശി കൂടുതലാണ്. ഒരു പോലീസുകാരനും അവൻ്റെ ജീവന് വേണ്ടി മറ്റുള്ളവരോട് യാചിക്കാറില്ല. മോറെവർ, നീ തീർച്ചയായും എല്ലാം അറിയണം. എന്താ കുട്ടി എന്നോട് പറയാതെ പോയത്? സർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഉടനെ വരണമെന്ന് പറഞ്ഞു സർ. അതുകൊണ്ടാണ് വേഗം പുറപ്പെട്ട്. പിന്നീട് സാറിൻ്റെ ഫോണിലേക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം ഫോൺ ചെയ്തു. സ്വിച്ച് ഓഫ് ആയിരുന്നു സർ. ഇപ്പോഴാണ് ഞാൻ ഈ കാര്യമൊക്കെ അറിയുന്നത് സർ. ഓ, സാർ എന്നെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഇതെല്ലാം നടന്നത്. അല്ല സാർ, സാർ വൈഷ്ണവി വന്നിട്ടുണ്ട്. സാർ ഞാനിപ്പോൾ വരാം. ലഞ്ച് മേടിച്ചോണ്ട് ഓടി വരാം. സർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സാറിനോട് ഞാനൊരു സത്യം പറയാൻ പോവാ. അത് കഴിഞ്ഞ് സാർ എന്ത് തീരുമാനിച്ചാലും ഓക്കെ. എക്സ്ക്യൂസ് മീ, ആരാ? ഹായ്, ഐ ആം ക്രിഷ്, ശ്രുതിയുടെ ഫ്രണ്ടാണ്. ബർത്ത്ഡേ വിഷയം വേണ്ടി വന്നതാണ്. ഐ തിങ്ക് ഷീ ഈസ് നോട്ട്. അല്ല, അവൾ അകത്തുണ്ട്. ഇപ്പം സംസാരിച്ചതേ ഉള്ളൂ. കുളിക്കുവാന്ന് പറഞ്ഞു. ജസ്റ്റ് എ മിനിറ്റ്. ശ്രുതി, ഞാൻ കുളിക്കാടി. ആ ഓക്കെ. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നോ നോ താങ്ക് യു. ഇയാളുടെ പേര്? ഓ, ഇതെൻ്റെ കോളേജ് ഫ്രണ്ട് പ്രേം. ഓ, സെലിബ്രേഷൻ ഒന്നും പ്ലാൻ ചെയ്തില്ലേ? ആക്ച്വലി ശ്രുതി അറിയാതെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാജീവ് ഇസ് ഓൺ ഹിസ് വേ. യു നോ, ഇറ്റ്സ് എ സർപ്രൈസ്. രാജീവോ? യാ, ഹർ ബോയ് ഫ്രണ്ട്. അയാൾ നാസിക്കിലാണ്. പക്ഷെ അയാൾ വരുന്ന വിവരം ഇവിടെ ആർക്കും അറിയില്ല. ശ്രുതിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്. ഓ, ഓക്കെ. ഏയ് ഏയ് സ്വീറ്റി, ഹാപ്പി ബർത്ത്ഡേ. മനു, മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത്. മനു, ഹി ടോൾഡ് മീ ഹിസ് നെയിം ഇസ് ക്രിഷ്. ഡോണ്ട് പാനിക്. ഏയ്, നിങ്ങൾ എന്താ കാണിക്കുന്നേ? എൻ്റെ ശരിയായ പേര് കൃഷ്ണൻ. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 1 മാസം മുമ്പേ നിന്നെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ പേര് മനു എന്ന് പറഞ്ഞത്. അല്ല, നിങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ പേര്? വൈഷ്ണവി. വൈഷ്ണവി, കൊള്ളാം. ഓക്കെ വൈഷ്ണവി, എനിക്ക് ശ്രുതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇയാൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. ഇല്ല, അത് പോവാൻ പറഞ്ഞില്ലേ? എന്തൊക്കെയോ നിന്നോട് പറയണമെന്ന് ഓർത്ത് തോന്നുന്നു. പക്ഷെ നീ എന്നോട് ഒന്നിനും മറുപടി പറഞ്ഞില്ല. ഞാനും ഓക്കെ ഓക്കെ എല്ലാം ശരിയാവുമല്ലോ എന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് ഞാൻ ബർത്ത്ഡേ വിഷയം വേണ്ടി മാത്രമേ ഇവിടേക്ക് വന്നത്. പക്ഷേ അത്രയും പേര് അവിടെ നിൽക്കുമ്പോൾ നടു റോഡിൽ വെച്ച് എന്നെ നാണം കെടുത്തില്ലേ നീ? ഓക്കെ, ലെറ്റ് ബി ഹോണസ്റ്റ്, ഐ വാണ്ട് സ്ലീപ്പ് വിത്ത് യു, അത്രയേ ഉള്ളൂ. ശരി, ഞാനും ഈ റിലേഷൻഷിപ്പ് വെച്ചേക്കാമെന്ന് ഓർത്തു പോയി. ഒരുത്തനെ നന്നാവാൻ സമ്മതിക്കില്ലല്ലോ അല്ലേ? പക്ഷേ ഏതോ ഒരുത്തനെ നീ പ്രേമിച്ചു. അതെനിക്ക് ഓപ്പൺ ദ ഡോർ. രാജീവ്, അയ്യോ ശ്രുതി. ഏയ്, ഇങ്ങോട്ട് വാ. ഓപ്പൺ. രാജീവ്, വാട്ട്സ് ഹാപ്പനിങ്?
നോക്ക്, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. നീ ഒതുങ്ങിക്കൂടി ഇവിടെ മിണ്ടാതിരുന്നോളാം, പറഞ്ഞേക്കാം. എനിക്കിവിടെ വേണം. രാജീവ്, രാജീവ്, വെറുതെ നിന്ന് മോങ്ങാതെ കൂടി. എസ്പെഷ്യലി യു ഷുഡ് ബി. പ്ലീസ് കീപ് ദിസ് ആസ് എ സീക്രട്ട്. പറഞ്ഞത് മനസ്സിലായല്ലോ? ഒരു കംപ്ലൈൻറ്റും കൊടുക്കാൻ പാടില്ല. അതല്ലാതെ എന്നെ പോലീസിലെങ്ങനെ പിടിച്ചു കൊടുക്കാൻ നോക്കിയാൽ പിന്നെ ഞാൻ കൈവിട്ട് കളിക്കേണ്ടി വരും. എന്നെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയാം. പക്ഷെ അതിനു മുമ്പ് നീ എല്ലാം ഒന്ന് ചിന്തിച്ച് നോക്ക്. പുറകോട്ട്, ശരിക്കും പുറകോട്ട്. ഡാലിയ, എൻ്റെ ടേണപ്ലാ ഉണ്ടല്ലോ, എല്ലാം നിന്റെ കയ്യിൽ. ഇനി ഇവിടെ നമ്മുടെ കയ്യിലല്ലേ അറിയാം.
പേടിക്കണ്ട, ഞാൻ പറയുന്ന പോലെ ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞ് അടുത്തുള്ള വാതിൽ മുട്ടിയിട്ട് ശ്രുതിയെ കാണുന്നില്ലെന്ന് പറ. എന്നിട്ട് നീ രാത്രി 10 മണിക്ക് എയർപോർട്ടിലേക്ക് വാ. ഞാൻ പറയുന്നത് വരെ നിങ്ങൾ നാസിക്കിൽ തന്നെ നിൽക്കണം. എന്നെ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ. ശരി. സോറി മോളെ, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇൻ കേസ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തോന്നുന്നെങ്കിൽ നീ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചതെല്ലാം ചോദിച്ചു കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും പറയണം, നീ ആരാ? അന്ന് ഞാൻ നിന്നോട് ചോദിച്ചൊരു വേർഡ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കൃഷിൻ്റെ അച്ഛൻ അവന് ഒരേ ഒരു മകനേ ഉള്ളൂ എന്നാ പറഞ്ഞത്. ടെൽ മീ, ആരാ നീ? പ്ലീസ് കോട്ടൺ. ഇന്നലെ രാത്രി നടന്ന അപകടത്തിൽ പോലീസ് അധികാരിയും പുതിയതായി ജോലിക്ക് ചേർന്ന ഗൗതമും അപകടത്തിൽപ്പെട്ടു. ഇതിൽ ഗുരുതരാവസ്ഥയിലായ ദീപകിന് വലതുകാൽ നഷ്ടപ്പെട്ടു. കൂടാതെ വാഹനത്തിൽ തീപിടിച്ച കാരണത്തിനാൽ അതിൽ അകപ്പെട്ടുപോയ ഗൗതമിന് തീപ്പൊള്ളലേറ്റു. പൊള്ളലേറ്റ ഗൗതമിന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയേക്കാമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഗുഡ്, ഡോണ്ട് പാനിക്. നിങ്ങൾ ലാസ്റ്റ് 5 years ആയിട്ട് ഉറങ്ങുകയായിരുന്നു. മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ കോമയിലായിരുന്നു. ആക്സിഡൻ്റായി അഡ്മിറ്റ് ആയപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ കണ്ടീഷൻ. ഇതിലൊരു സന്തോഷ വാർത്തയുണ്ട്. ഒരു മുറിവുകളുമില്ലാതെ നിങ്ങളുടെ മുഖം ഞാൻ ഗ്രാഫ് ചെയ്തു. പക്ഷേ ഇതിലെ ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ പഴയ ഫേഷ്യൽ ഫ്യൂച്ചേഴ്സ് തിരിച്ചു തരാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് 5 years നിങ്ങൾ സൈലൻ്റ് ആയിരുന്നതുകൊണ്ട് നിങ്ങളുടെ വോയിസും മാറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അറിയാൻ കഴിയില്ല. ഇനിയൊരു പുതിയ ജന്മമാണ്. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ പേടിച്ചുപോയി. ഇനി ഒരിക്കലും ആ പഴയ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ 24 വർഷത്തെ പോലീസ് സ്വപ്നങ്ങളെല്ലാം തന്നെ 5 വർഷം അനങ്ങാതെ ആ കിടക്കയിൽ കിടക്കുമ്പോൾ എല്ലാം വിട്ടു പോവുകയായിരുന്നു. എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർമാരോട് ദേഷ്യപ്പെട്ടു. ഇതിനേക്കാളെല്ലാം എനിക്ക് വിശ്വസിക്കാൻ കഴിയാഞ്ഞത് ആ കൊലയാളി എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ്. ദ കില്ലർ ഈസ് സ്റ്റിൽ മിസ്സിംഗ്. ആ ന്യൂസ് അറിഞ്ഞപ്പോൾ മുതൽ എന്താണെന്ന് എനിക്കറിയില്ല, ഒരു വല്ലാത്ത മാനസിക പിരിമുറുക്കമായിരുന്നു. അതാ ആ കേസ് ക്ലോസ് ആയിട്ടില്ല എന്നൊരു തീരുമാനത്തിൽ ഞാൻ ഇറങ്ങിയത്. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത, എൻകറേജ് ചെയ്ത ന്യൂ റിക്രൂട്ട് കോൺസ്റ്റബിൾ ഗൗതം. ഹലോ ഗൗതം, ഇറ്റ്സ് ഫീൽഡ്. ശരിക്കും പുതിയൊരാളോട് സംസാരിക്കുന്നത് പോലെയുണ്ട്. ഇപ്പം നീ ചോദിച്ച ചോദ്യമെല്ലാം ഡയറക്റ്റായിട്ട് ചോദിക്കാമായിരുന്നല്ലോ. തോക്ക് ചൂണ്ടി സംസാരിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്നറിയില്ല.
ഡയറക്റ്റായിട്ട് ചോദിക്കാൻ വേണ്ടിയാണ് 10 ദിവസം മുമ്പ് ഞാൻ വന്നത്. അന്ന് ഞാനൊരു വിസിറ്ററിനെ ഇവിടെ കണ്ടു. അഞ്ചു വർഷം മുമ്പ് ആ വെള്ളക്കാരിൽ കണ്ട അതേ മുഖമായിരുന്നു അത്. ആക്ച്വലി യു ആർ ലക്കി സർ. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അന്ന് എൻ്റെ കയ്യിലില്ലായിരുന്നു. ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അന്നേ ചെയ്തു തീർത്തേനെ. നിങ്ങളുടെ നേരെ ഞാൻ ഈ തോക്ക് ചൂണ്ടുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 5 വർഷത്തെ എൻ്റെ ജീവിതവും രൂപവും നശിപ്പിച്ചവനാണവൻ. ഈ സത്യമല്ല നിങ്ങൾക്കും അറിയാം. അറിഞ്ഞിട്ട് നിങ്ങളൊരു ചുക്കും ചെയ്തില്ല. ഒരു കാരണവുമില്ലാതെ ഗൺ പോയിന്റ് നിർത്തി നിങ്ങളോട് സംസാരിക്കാൻ ഞാനൊരു മോശക്കാരനുമല്ല. ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ സഹായിച്ച് നിങ്ങൾ അത്ര നല്ലവനുമല്ല. ജസ്റ്റിസ് ടു ഓൾ നീഡ് നോ. അത് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നാം, പക്ഷേ എനിക്ക് മാത്രം ഇത് ശരിയായിട്ടാണ് തോന്നുന്നത്. എല്ലാം തീരുമാനിച്ചാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിനൊരു മാറ്റവുമില്ല. നിങ്ങൾ സത്യം പറഞ്ഞേ പറ്റൂ. വേറൊരു വഴിയുമില്ല. പറയൂ സാർ. നിങ്ങളാ തോക്ക് താഴിടൂ. തോക്ക് താഴിടാൻ പറയണം സാർ. അവസാനമായി നിങ്ങളോട് പറയാണ് തോക്ക് താഴിടാനാ പറഞ്ഞത്. ഇടാൻ വേണ്ട. ഇനി എനിക്ക് മനസ്സമാധാനത്തോട് മരിക്കാം. രാജീവന്റെ മകനാണ്. എല്ലാം ഒരു സർപ്രൈസാണ്. ഞാൻ എൻ്റെ പെൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് പുറപ്പെട്ടു. എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നുള്ള കാര്യവും ഞാനിവിടേക്ക് വന്ന കാര്യവും രണ്ടും എൻ്റെ അച്ഛൻ അറിയില്ല. എൻ്റെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. പക്ഷേ ആ കുറവറിയാതെയാണ് ഞാൻ വളർന്നത്. ഇതൊരു വലിയ സർപ്രൈസ് തന്നെയാണ്. പിന്നെ ശ്രുതി, യു ആർ എ ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ ടു മീ. മനസ്സിൽ മുറിവുകൾ അകലെ തേങ്ങലോ, ഹൃദയം വേർപെടും എരിയും പറയാൻ വാക്കുകൾ മടിയായി നാവിലും മരണം തേടിയോ മടിയിൽ ചാഞ്ഞു. വിണ്ണിൽ കൂരിരുൾ തേടിയോ തോലികയാ. കുറച്ചു നേരം കഴിഞ്ഞ് അടുത്തുള്ള വീട്ടിലെ കതവ് തട്ടിയിട്ട് ശ്രുതിയെ കാണുന്നില്ലെന്ന് പറഞ്ഞു. പകയും തീർത്തിടാ വഴികൾ നോക്കിയോ അണയും വേളയിൽ ഒളിയായി മാറുമോ മനസ്സിൽ മുറിവുകൾ അകലെ തേങ്ങലോ, ഹൃദയം വേർപെടും. നിങ്ങളുടെ വീടിന് മുന്നിൽ ഏതോ ഒരുത്തം കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ആരാ? നോ ഐഡിയ. ഒരു യങ് മാൻ. വൈകുന്നേരം ഒരു 6 മണിയായി കാണും. ഞാനതുവഴി നടക്കാൻ പോയിട്ട് വരുമ്പോഴാണ് കണ്ടത്. പിന്നെ അയാൾ ഇതിലേ പോയെന്ന് ഞാൻ കണ്ടില്ല. ഇന്ന് രാത്രി 10 മണിക്ക് മുമ്പ് നീ എയർപോർട്ടിൽ വരണം. ഞാൻ പറയാതെ ഒരിക്കലും ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെടരുത്. സാർ, ആരോ ഒരാൾ കാറിൽ നിന്ന് എന്തോ എടുത്ത് ആറ്റിലേക്ക് പറയൂ. കാർ ഡിക്കി തുറന്നിട്ട് അതിനകത്തുനിന്ന് വലുതായിട്ട് എന്തോ എടുത്ത് ആറ്റിലേക്ക് ഇട്ടു സാർ. ഏത് വണ്ടിയാ സാർ? വൈറ്റ് ഡിസൈർ സാർ. അന്നാരാവിലും തേടി ഞാൻ എൻ്റെ മകൻ്റെ ലൈഫിലെ ഒരു പെർമനന്റ് സ്കാർ. അതവൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് ഞാനത് മനഃപൂർവ്വം മറച്ചു വെച്ചു. ബട്ട് ലൈഫ് ഹാവ് അതർ ഐഡിയാസ്. കണ്ടില്ലയോ അകലേ
ഗൗതമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനായിരിക്കും അതിലെ വില്ലൻ. ഹൂ നോസ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം ഇമോഷണൽ പീക്കിലെടുത്ത ഡിസിഷനാണ്. ഒരു പക്ഷേ ശ്രുതി എന്ന് കൃഷ്ണയെ ഇൻസൾട്ട് ചെയ്യാതിരുന്നെങ്കിൽ, ദേഷ്യത്തിൽ കൃഷ് ആ ഇൻഹ്യൂമൻ ആക്ട് ചെയ്യാതിരുന്നെങ്കിൽ, പേടികൊണ്ട് രാജീവ് കൃഷ്ണയെ കൊല്ലാതിരുന്നെങ്കിൽ, ലവ് ആൻഡ് എഫെക്ഷൻ കൊണ്ട് ഞാൻ ഈ സത്യങ്ങളെല്ലാം മറയ്ക്കാതിരുന്നെങ്കിൽ, അവസാനം നീതി നടപ്പാക്കാൻ ഗൗതമനെ ഷൂട്ട് ചെയ്യാതിരുന്നെങ്കിൽ, ജീവിതം അപ്പാടെ മാറി മറിഞ്ഞേനെ.